ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമിത്തം ധർമ്മസുമൂഢചേതക ശ്രേയസ്യാനിശ്ചിതം ബ്രോഹിതന്മേ ശിഷ്യസ്തേഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഇന്നലെ നമ്മൾ വിഭൂതി യോഗം 10ാമത്തെ അധ്യായത്തിലെ 11 ശ്ലോകങ്ങളാണ് 2 ദിവസം കൊണ്ട് കവർ ചെയ്തത്. ഇനി 11ാമത്തെ ശ്ലോകം തൊട്ടാണ് 12ാമത്തെ ശ്ലോകം തൊട്ടാണ് ഇന്ന് ചിന്തിക്കേണ്ടത്. അതിൽ അർജുനൻ ഭഗവാൻ അവസാനം പറഞ്ഞ 2 ശ്ലോകങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപായന്തി. നമ്മൾ യഥാർത്ഥത്തിൽ ആ ഡെഡിക്കേറ്റഡ് ഭക്തി, അതായത് അചഞ്ചലമായ ഭക്തിയിലേക്ക് എത്തിയാൽ ഭഗവാനെ പറഞ്ഞു എന്താണ് അതിൻ്റെ ഭാവം. നമ്മൾ യഥാർത്ഥ ഭക്തരായിട്ട് മാറിയാൽ അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്താണെന്ന് ചോദിച്ചാൽ മച്ചിത്താം അദ്ഗതപ്രാണ ബോധയന്ത പരസ്പരം കഥയന്ത ശമാ നിത്യം ദുഷന്തി ജരമന്തിച്ച. എന്നിൽ മനസ്സുറപ്പിച്ചവരായിരിക്കും, എന്നിൽ തന്നെ ഇന്ദ്രിയ വൃത്തികളെ എല്ലാം അർപ്പിച്ചവരായിരിക്കും. അവർ വിവേകികളായിരിക്കും. വിവേകികൾ എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷജ്ഞാനമുള്ളവർ, അതായത് അനുഭവജ്ഞാനമുള്ളവർ. ഈശ്വരനെ ഒരിക്കലും വിശ്വസിക്കാനുള്ളതല്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്, അനുഭവിച്ചറിയാനുള്ളത്. അതുകൊണ്ട് ഒരു നിരീശ്വരവാദിക്കും ഒരു ഈശ്വരവാദിക്കും പ്രമാണസഹിതം ഈശ്വരനുണ്ടെന്നോ ഇല്ലെന്നോ തെളിയിക്കാൻ സാധിക്കില്ല. അവർ ഫലത്തിൽ എൻ്റെ കാറ്റഗറിയിൽ അന്ധവിശ്വാസികളാണ്. ഒരു ഈശ്വരനുണ്ടെന്ന് പറയുന്ന ആൾക്കും ഈശ്വരനെ പ്രമാണസഹിതം തെളിവ് സഹിതം ആർക്കും അവർക്ക് ബോധ്യം വരാൻ പറ്റും, പക്ഷെ മറ്റൊരാളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കില്ല. എനിക്ക് ബോധ്യം വന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ സാധിക്കും, പക്ഷേ ഇതിന് പ്രമാണം ചോദിച്ചാൽ, തെളിവ് ചോദിച്ചാൽ തരാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈശ്വരനെ കാണാമെന്ന് പറഞ്ഞാൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഞാനിതേവരെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം? പക്ഷെ അനുഭവിച്ചറിയുന്നുണ്ട്. എൻ്റെ ചിന്തയിലും വാക്കിലും പ്രവൃത്തികളിലും ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഈശ്വരൻ്റെ ശക്തിയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്ക് നല്ല ബുദ്ധിയുണ്ട്. അതിൽ ലേശം പോലും സംശയമില്ല. അതുകൊണ്ടാണ് മച്ചിത്ത മദ്ഗതപ്പാണ ബോധയന്തപ്പർ, ഭഗവാനെ മനസ്സുറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ബാക്കി ബന്ധങ്ങളെല്ലാം വിട്ടിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങളുടെ പ്രാരാബ്ധം കൊണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ വരെ കയറുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ പ്രാരാബ്ധം ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പ്രാരാബ്ധം ഇല്ലാതെ ആക്കണമെങ്കിൽ ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദിവസത്തിൽ ഒരു നേരമെങ്കിലും, കുറച്ച് സമയമെങ്കിലും ഈശ്വരനെ വിചാരിക്കണം, മനസ്സുറപ്പിക്കണം. അതിൽ കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം, ഭക്തി ഉണ്ടായിരിക്കണം. അതിന് ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ചയാണ്, ഇന്ന് സൗകര്യമില്ല, ഇതൊക്കെ പറയുന്നത് നമ്മുടെ പ്രാരാബ്ധം കൊണ്ടല്ലേ. എന്തിനാണ് പ്രാധാന്യം? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ തീരുമാനിച്ചാൽ കലശലായിട്ട് മഴ പെയ്താൽ നിങ്ങൾ ആദ്യം എന്താ തീരുമാനിക്കുക? എന്നാ അമ്പലത്തിൽ പോകണ്ടാന്ന്. ഞാനങ്ങനെയല്ല. എന്ത് കലശൽ ഇടിയും വെട്ടി മഴ പെയ്താൽ അമ്പലത്തിൽ പോകുന്ന കാര്യം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്ത് പോയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യം. നിസ്സാര കാര്യങ്ങൾ വരെ നമുക്ക് പ്രാരാബ്ധത്തിലേക്ക് പോവും അല്ലേ? എല്ലാവരും നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവരുണ്ടാവും കുറച്ച് പേര്. എണീറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ചൂലെടുക്കുകയാണോ? കൊട്ടത്തളത്തിൽ കിടക്കണ പാത്രം തേക്കാനാണോ പോണേ? ഇതിലേതെങ്കിലും ഒന്നും ആയിരിക്കും ചെയ്യുക. കാരണം ചായ വെക്കണമെങ്കിൽ തലേദിവസം കിടക്കണ പാത്രം കൊട്ടത്തളത്തിൽ കിടക്കണ്ട, അത് തേക്കാതെ ചായ വെക്കാൻ പറ്റില്ല. അതിനാണ് നോർത്ത് ഇന്ത്യക്കാരെ കണ്ടു പഠിക്കണം എന്ന് പറയണത്. അവർ തലേ ദിവസം ഒക്കെ അടിച്ച് വൃത്തിയാക്കി, അമ്പലമാണെങ്കിലും ഒക്കെ നിർമ്മാലയൊക്കെ മാറ്റി, വിളക്ക് വയ്ക്കാൻ പാകത്തിനൊക്കെ വൃത്തിയാക്കി അടിച്ച് കഴുകിയിട്ടാണ് അവർ എവിടുന്ന് പോവുക. രാവിലെ വന്നുവെച്ചാൽ ആദ്യം വിളക്ക് വയ്ക്കുക, പൂജ കഴിക്കുക, അതാണ് ആദ്യത്തെ ഡ്യൂട്ടി. ഇതൊക്കെ കണ്ടുപഠിച്ചിട്ടാണ് ഞാൻ തലേ ദിവസം ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടേ കിടക്കുള്ളൂ. രാവിലെ എഴുന്നേറ്റാൽ ശരീരശുദ്ധി വരുത്തിയാൽ ആദ്യം ഈശ്വരൻ്റെ അടുത്തേക്ക് വരിക, അവിടെ വിളക്ക് കത്തിക്കുക. ഇതൊക്കെയാണ്. പിന്നെ ആ ബോധത്തിൽ ഉറച്ചാലാണ് പിന്നെ ഭഗവാനിൽ മനസ്സുറപ്പിക്കും. ഇന്ദ്രിയ വൃത്തികളെല്ലാം അതിലായിരിക്കും അർപ്പിച്ചിരിക്കുക.
അവരെ അനുഭവത്തിലൂടെ ഈശ്വരനെ മനസ്സിലാക്കുന്നവരെയാണ് വിവേകികൾ എന്ന് പറയുന്നത്. അവർ പരസ്പരം സംസാരിച്ചാൽ എന്നെക്കുറിച്ച് മാത്രമായിരിക്കും പരസ്പരം ബോധിപ്പിക്കുക. അവർക്ക് മറ്റു വിഷയങ്ങളല്ല. ഈ ലോകത്ത് യുദ്ധം നടക്കുന്നുണ്ട്, എന്തൊക്കെ വിഷയ, തമ്മിൽ തല്ലലും ബഹളവും ബഹളയൊക്കെ, ഇതിനിടയ്ക്ക് കള്ളത്തരങ്ങളും. ഇത് മാത്രമേ നെഗറ്റീവ് ഇൻഫർമേഷൻസ് അല്ലാതെ നിങ്ങൾക്ക് മാധ്യമങ്ങളിൽ നിന്ന് ഇൻക്ലൂഡിങ് ഏത് പേപ്പർ എടുത്താലും കിട്ടുള്ളൂ. പേപ്പർ ഞാൻ ഉപേക്ഷിച്ചിട്ട് 1 വർഷമായി. എനിക്ക് ഈ നെഗറ്റീവ് ഇൻഫർമേഷൻ ഒന്നും കേൾക്കേ വേണ്ട, അറിയാൻ വേണ്ട. ഇതേ നടക്കൂ കലിയുഗത്തില്. പിന്നെന്താ, നമ്മൾ രാവിലെ ഈശ്വരൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ആയിട്ട് വെച്ചിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാ നെഗറ്റീവ് ഇൻഫർമേഷൻസ് നമ്മുടെ ബ്രെയിനിൽ അപ്ലോഡ് ചെയ്യണേ? നമ്മൾ എത്ര ഇതൊക്കെ ബോധവലിച്ചോ അയ്യോ അത് പറഞ്ഞിട്ട് ചർച്ച ചെയ്തിരുന്നിട്ട് എന്താ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഇരുന്നോണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരോട്ട് ചെയ്യുമില്ല. സ്വന്തം അയലോക്കത്ത് ഇപ്പൊ ഈ ടിവിയും മാധ്യമവും ഈ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഉണ്ടോ, അയലോക്കത്തുള്ള ഒരാൾ ഒറ്റയ്ക്ക് കിടക്കുന്ന ആള് മരിച്ചാൽ പോലും അറിയില്ല. ഞാൻ താമസിക്കുന്ന അടുത്ത് അമ്മ മാത്രം താമസിച്ചുകൊണ്ടിരുന്നത് 1 ആഴ്ച കഴിഞ്ഞിട്ട് മണം വരാൻ തുടങ്ങിയപ്പോഴാ അമ്മ വീട്ടിൽ കിടന്ന് മരിച്ചു എന്ന് അറിഞ്ഞത്. പണ്ടൊക്കെ ഏഷണി പറയാനെങ്കിൽ അയലോക്കത്ത് പോയിരുന്നു, ഇപ്പൊ അതുമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ കുറച്ച് സമയമെങ്കിലും ഭഗവാനെ പറ്റി ചിന്തിക്കൂ. സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാൻ. കാരണം അർജുനൻ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് എത്തിയിട്ട് ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ 11 ശ്ലോകത്തിന്റെ അർത്ഥം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, അത് അനുഭവജ്ഞാനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഇനി വിഭൂതി ഒരു ചുക്കും മനസ്സിലാവില്ല. പിന്നെയല്ലേ വിശ്വരൂപ ദർശനം. കാണുന്ന വസ്തുക്കൾ എന്താന്ന് മനസ്സിലാക്കാതെ പിന്നെ അതിനും അപ്പുറം എന്തോ കാണാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിവേകമുണ്ടാകണം. കേരളത്തിലുള്ളവർക്ക് ഏറ്റവും വലിയ പ്രബുദ്ധതയുണ്ടെന്ന് പറയുന്നതിലുള്ളൂ. അന്തരീക്ഷം കൊണ്ട് ദേവഭൂമിയാണ്. ഇതിലെ ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു പോസിറ്റീവ് എനർജി ഈ മണ്ണിലുണ്ട്, പ്രകൃതിദത്തമായിട്ട്. അതുകൊണ്ടാണ് ദേവഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ജനിച്ചു വളരുന്നവർക്ക് ഒരു പ്രബുദ്ധതയൊക്കെ ഉണ്ട്, ഒരു ബുദ്ധിയൊക്കെ ഉണ്ട്, ബുദ്ധികൂർമ്മതയൊക്കെ ഉണ്ട്. അത് ശരിക്കും അറിയണമെങ്കിൽ കേരളത്തിലുള്ളവർ അത് പ്രകടമാക്കില്ല. ആയാലും അത് കണ്ടിലെ തവളയുടെ കൂട്ട. പുറത്തു പോയാൽ ഇവരുടെ ത്യാഗമനസ്സൊക്കെ കാണാം. ഈ തമ്മിത്തല്ലും കമ്മ്യൂണിസവും ഇല്ലെങ്കിൽ അവകാശം പറയില്ലൊന്നും പുറത്തു പോയാലുണ്ടല്ലോ, അവർ പിടിച്ച് പുറത്താക്കും, ഓടി പിടിക്കാനൊക്കെ പോയാൽ. അപ്പൊ അവിടെ അനുഭവജ്ഞാനത്തിൽ നിന്ന് മനസ്സിലാവും ഇവിടെ ഒന്നുമില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവരമുണ്ട് പക്ഷെ വിവേകമില്ല. ഉപരിപ്ലവമായിട്ടുള്ള അറിവുണ്ട്, പക്ഷെ അത് അനുഭവത്തിൽ എത്തിക്കുക. വെറുതെ അവിടെ എവിടെയും കൂടിയിരുന്ന് ഈ അഭിപ്രായം ഈ ചർച്ചയിലല്ലാതെ പ്രവൃത്തി ചെയ്യുന്നവർ എത്ര പേരുണ്ട്? അതുകൊണ്ട് അനുഭവജ്ഞാനമില്ല എന്നർത്ഥം. ഇനി അനുഭവജ്ഞാനം ഉണ്ടായി, അതുകൊണ്ടാണ് ഇവിടെ ഒരു ബിസിനസ്സോ ഒരു ടെക്നോളജിയോ ഒന്നും ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരാത്തതിൻ്റെ കാരണം. ഇവിടെ എന്തെങ്കിലും തുടങ്ങാൻ തുടങ്ങിയിട്ട് അപ്പോൾ സമരമായി ബഹളമായി അവരെ ഏതൊക്കെ തരത്തിൽ പാര വെച്ച് പുറത്താക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അവസാനം മറ്റൊരു അടുത്തുള്ള സ്റ്റേറ്റിലൊക്കെ ഇത് തുടങ്ങിയിട്ട് സക്സസ് ആകുമ്പോൾ അയ്യോ അത് ഇവിടെ വരേണ്ടതായിരുന്നു, അപ്പോഴത്തേക്കും ലേറ്റായി പോകും. അതുകൊണ്ടാണ് കേരളത്തിലുള്ളവരെ ഒരു ഡെവലപ്മെൻറ്റും നടക്കാത്തതിൻ്റെ കാരണം. ബാക്കിയുള്ളവരൊക്കെ 2 കൈ നീട്ടി സ്വീകരിക്കാനിരിക്കുക. അപ്പം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ യഥാർത്ഥ സനാതന ധർമ്മത്തിൻ്റെ ബോധത്തിലേക്ക് സംസ്കാരം ഇല്ല എന്നർത്ഥം. പരശുരാമൻ പറഞ്ഞ ശാസന വ്യവസ്ഥയൊന്നും ബ്രാഹ്മണർ പോലും പാലിക്കുന്നില്ല. പിന്നെ എങ്ങനെ ബാക്കിയുള്ളവർ? ബ്രാഹ്മണർ വേണം ഇതൊക്കെ പാലിച്ചിട്ട് മറ്റുള്ളവർക്ക് മാർഗദർശനം കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിവേകമുണ്ടാക്കണം. വിവേകികളാണ് പരസ്പരം ബോധിപ്പിക്കുന്നതൊക്കെ ഈശ്വരനെ പറ്റി ആയിരിക്കും. ആ ഈശ്വരനെ പറ്റി ബോധിപ്പിക്കുന്ന ഞാനിപ്പോൾ എത്ര നിങ്ങൾക്ക് ബോധതലത്തിലേക്ക് എത്തിച്ച് പറയുന്നത് എന്താ, എനിക്ക് അധികം കാലമൊന്നും ആയിട്ടില്ല. 42 വയസ്സിന് ശേഷം എനിക്കും ഈശ്വരൻ ആരാന്ന് മനസ്സിലായിട്ടുള്ളൂ. അതൊരു മിറാക്കിൾ സംഭവിച്ച് ആയി എന്ന് മാത്രം. പക്ഷെ ആ ബോധം, എന്നിലുണ്ടായ ബോധമാണ് നിങ്ങളെ ബോധിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. ഒരു ശ്രമം മാത്രം. എല്ലാവരെയും ബോധവൽക്കരിക്കാനൊന്നും സാധ്യമല്ല. അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്നവർക്ക്, ആ പക്വത പൂർവ്വജന്മമായിട്ട് വന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകാൻ സാധ്യതയുണ്ടെന്ന് മാത്രം. നമ്മൾ ഒരു ജന്മത്തിലെ അച്ചീവ്മെൻ്റ് അല്ല ആധ്യാത്മികത. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്ന ഒരു ജന്മത്തിലല്ല. പക്ഷേ
അല്പമെങ്കിലും ശുഭകാരം ചെയ്യുന്നവർ ഒരിക്കലും നശിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞത് ഓർത്തിരിക്കുക. സ്വല്പ അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോഭയാൽ. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾ 10 നാമം ജപിച്ചിട്ട് മരിച്ചാൽ അടുത്ത ജന്മത്തിൽ 11ാമത്തെ നാമം ജപിച്ചാൽ ഈ 10ഉം നിങ്ങളുടെ ക്രെഡിറ്റിലേക്ക് വരും. അതാണ് ആധ്യാത്മികയുടെ ശ്രേഷ്ഠത. അപ്പം അതിന് ഭഗവാനെ പറ്റി കീർത്തിച്ചും പരസ്പരം ബോധിപ്പിച്ചും, ഇതാണ് ഒരു അച്ചീവ്മെന്റ്. നമ്മൾ യഥാർത്ഥ പ്രത്യക്ഷ ഭക്തിയല്ല, പ്രകടന ഭക്തിയല്ല, പ്രകർഷേണ ഭക്തിയിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ബോധതലത്തിലേക്ക് എത്തുക. പിന്നെ അങ്ങനെയുള്ള ഭക്തർ കൂടിയാൽ എപ്പോഴും ഭഗവാനെ പറ്റി കീർത്തിക്കും, അവരുടെ അനുഭവങ്ങളിലൂടെ പരസ്പരം ബോധിപ്പിക്കുന്ന അവസ്ഥയിലേക്കുണ്ടാവും. അവർ ശരിക്കും അനുഭവത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അവർ വിവേകികളാണെന്ന്, വിശേഷജ്ഞാനമുള്ളവർ എന്നർത്ഥം. അവരെപ്പോഴും സന്തുഷ്ടരായിരിക്കും. അവർ ഈ പേറിക്കൊണ്ട് എന്ത് പ്രാരാബ്ധം ഉണ്ടായാലും അതൊക്കെ സന്തോഷത്തോടുകൂടി ഓവർകം ചെയ്യുന്നവരായിരിക്കും. ഈശ്വരനെ പറ്റി ശരിക്കും മനസ്സിലാക്കിയാൽ എവിടെ പോയിട്ട് ഒറ്റയ്ക്ക് താമസിച്ചാലും വേണ്ടില്ല, അവർ സന്തുഷ്ടരായിരിക്കും. അപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കും. പലരും എന്നോട് ചോദിക്കണ്ടേ, ഈ ഇതുപോലെ മഴയത്ത് എങ്ങനെയാ തിരുമേനി ഒറ്റയ്ക്ക് എഴുതണേ? ഞാൻ സന്തുഷ്ടനാണ്. പിന്നെന്താ? എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തി എന്നുള്ളത് അതുകൊണ്ടാണ്. എനിക്കൊരു ഭൂതത്തിനെയും പ്രേതത്തിനെയും ഒരു യക്ഷിയൊന്നും ഭേദമില്ല, ഒരു പേടിയില്ല. ഇവിടെ പൂജ കഴിച്ചുകൊണ്ടിരുന്ന ആള് പേടിച്ചിട്ട് മെന്റലി അപ്സെറ്റായി പോയ കഥയുണ്ട് ഇവിടെ. ആ ആളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇന്നും അദ്ദേഹത്തിന്റെ ജീവിതം പകുതി വഴിയില്ല. ഇവിടെ പൂജ കഴിച്ചിരുന്ന ആളാ, 18 കാര്യം. എന്തോ കൊണ്ട് പേടിച്ചു. ചെറിയ കുട്ടിയൊന്നുമല്ല, ഡിഗ്രിക്ക് പഠിക്കുന്ന ആളാ, പഠിച്ചിരുന്ന ആളാ ആ സമയത്ത്. അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെയും യോഗം സ്വഭാവസ്തു പ്രവർത്തത എന്ന് പറയുമല്ലോ. അപ്പം ചിലർക്ക് ചില സ്ഥാനങ്ങളിൽ ചെല്ലുമ്പോഴായിരിക്കും പഴയ ജന്മത്തിൻ്റെ ബന്ധമൊക്കെ റീക്രിയേറ്റ് ആകുന്നതൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ചിലർക്ക് സുഖം കിട്ടും, ചിലത്തെ എനിക്കും ജീവിതം ആകെ മാറ്റിമറിച്ചല്ലോ ഞാനിവിടെ വന്നു പോയതിന് ശേഷം. ചിലർക്ക് പോസിറ്റീവ് ആകും, ചിലർക്ക് എല്ലാവർക്കും ഒരേ അനുഭവം അല്ലല്ലോ വരിക. അവരുടെ പൂർവ്വജന്മ കർമ്മ സുഹൃതം അനുസരിച്ചുകൊണ്ടായിരിക്കും ഓരോരുത്തരിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇപ്പം എല്ലാവരും, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ രാമേശ്വരം ഒറ്റ പ്രാവശ്യം പോയിട്ട് വന്നപ്പോഴേ എൻ്റെ ജീവിതം അതാണ് കാരണം തന്നെ ചേഞ്ച് ആകാൻ. പിന്നെ എന്താ പറഞ്ഞേ, പിന്നീടുള്ള മുഹാംബിയയിലൊക്കെ പോയിട്ട് ഒരു 10 വർഷത്തോളം എല്ലാ വർഷവും പോയിട്ട് അവിടെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. എൻ്റെ പിറന്നാൾ അവിടെയാണ് ആഘോഷിച്ചിരുന്നത്. 3 വർഷം പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ ഒരു പ്രാവശ്യം പോകാൻ തുടങ്ങി. ഒരു പ്രാവശ്യം പോയി, പിന്നെ 10 വർഷത്തോളം 60 വയസ്സ് വരെ തുടർച്ചയായിട്ട് അവിടെ എല്ലാ വർഷവും പോയിട്ട് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ സാധിക്കാന്ന് പറയുന്നത് എന്താ? ഇതൊക്കെ ഭക്തിയുടെ ഓരോ ലെവലാണ്. അപ്പൊ നമ്മൾ ഒരാൾക്ക് സാധിച്ചു, മറ്റേ ആൾക്ക് എന്തുകൊണ്ടാണ് സാധിക്കുക, ഒരാൾക്ക് വന്ന അനുഭവം മറ്റേ ആൾക്ക് എന്തുകൊണ്ടാണ് വരാത്ത എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരവരുടെ ബോധതലത്തിൻ്റെ വിവേകത്തിലേക്ക് അനുഭവജ്ഞാനത്തിലൂടെ എത്തുമ്പോഴാണ്. ഈ കഥകൾ തന്നെ ഞാൻ പറയുന്നത്, എനിക്കുണ്ടായ അനുഭവം എന്തിനാ പറയണേ? ഞാൻ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയില്ല പറയണേ. എൻ്റെ അനുഭവത്തിനുണ്ടായ കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റൂ. വേറൊരാളുടെ അനുഭവം പറഞ്ഞാൽ ഇതേപോലെ വിശ്വസിക്കാൻ പറ്റില്ല. പൂന്താനത്തിൻ്റെ കഥയൊക്കെ എത്ര കേൾക്കണു. നാരായണ ഭട്ടതിരിയുടെ കഥയും പഠിക്കുന്നുണ്ട്, നാരായണിയും വായിച്ചുകൊണ്ട് നടക്കുന്നത്. ഇത് വായിച്ച് സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. മുട്ടുമടങ്ങിയിട്ട് നിലത്തിരുന്ന് ജപിക്കാൻ പോലും പറ്റില്ല. ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാ. എന്തേ സാധിക്കാത്തത്? അത് ഭട്ടതിരിപ്പാടിൻ്റെ ഭക്തി കൊണ്ട് ഭട്ടതിരിക്ക് അവസാന 100 ദിവസം കൊണ്ട് ആയുരാരോഗ്യ സൗഖ്യം ഗുരുവായൂരപ്പൻ കൊടുത്തു. വേദ്യോ വൈദ്യ സദാ യോഗി. ഭഗവാനാണ് ഏറ്റവും വലിയ വൈദ്യൻ. സദാ യോഗിയായിട്ടിരിക്കുന്നത്. നമ്മൾ യോഗിയാണോ? സദാ യോഗിയാണോ? യോഗ പഠിച്ചിട്ടിരിക്കണല്ലേ, എന്നിട്ട് സദാ യോഗിയായിട്ടായിരിക്കണേ? യോഗ പഠിച്ചവർ 6 മാസം കഴിഞ്ഞിട്ട് ചെയ്യണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അതൊക്കെ വിട്ടു സാറേ അല്ലേ. ഞാൻ 22 വർഷമായി യോഗിയായിട്ട് തന്നെ ഇരിക്കണം. എനിക്ക് സംശയമൊന്നുമില്ല, യോഗിയായിട്ടായിരിക്കണം എപ്പോഴും. യുക്താഹാര വിഹാരസ്യ യുക്ത ദേശസ്സു കർമ്മസു യുക്ത സ്വപ്ന അവബോധസ്യ യോഗോ ഭവതി ദുഃഖ. സകല ദുഃഖങ്ങളും ഇല്ലാതെയാക്കാൻ പറ്റും യോഗ വേണ്ട വിധത്തിൽ നിത്യയുക്തമായിട്ട് ചെയ്ത. പഠിക്കുന്നു, സഹസ്രാമം പഠിക്കുന്ന പോലെ പഠിക്കാൻ ഭയങ്കര ഉത്സാഹമാണ്. ശ്രദ്ധയോടെ പഠിച്ചു എന്നിരിക്കും. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ദിവസം ജപിക്കണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. അഥവാ ജപിച്ചാൽ തന്നെ
ഇന്ന് ജപിച്ചില്ല, ചടങ്ങെന്നുള്ള നിലയിലേക്കും ജപിക്കാം. ശ്രദ്ധ എവിടെയെങ്കിലും ആയിരിക്കും, വേറെ എവിടെയെങ്കിലുമൊക്കെ. പിന്നെ ജപിക്കുന്നതിലും ശ്രദ്ധയില്ല. പഠിക്കുമ്പോഴുള്ള ശ്രദ്ധ പോലും ജപിക്കുമ്പോൾ ഇല്ല എന്നർത്ഥം. പിന്നെ എങ്ങനെ അച്ചീവ്മെന്റ് ഉണ്ടാവുക? എന്നാൽ നിങ്ങൾ എന്ത് ചെയ്താലും, അല്പമാത്രമായ ഈശ്വര കാര്യങ്ങൾ ചെയ്താലും അത് ശ്രദ്ധയോടെ ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടാക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് മറ്റൊരാളെ ഈ അനുഭവത്തിലൂടെ ബോധിപ്പിക്കാൻ സാധിക്കൂ. അനുഭവം ഉണ്ടായാൽ നിങ്ങൾ ഈശ്വരനെ അല്ലാതെ മറ്റാരെയും കീർത്തിക്കുന്ന പ്രശ്നമില്ല. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. അല്ലേ? മിണ്ടാൻ മേലാത്ത ആൾക്ക് ഗുരുവായൂരപ്പൻ മിണ്ടിച്ചാൽ അവൻ പിന്നെ ഗുരുവായൂരപ്പനെ വിട്ടിട്ട് എന്തെങ്കിലും ചെയ്യുമോ? നടക്കാൻ മേലാത്ത ആൾക്ക് ഭഗവാനെ ഭക്തി കൊണ്ട് നടക്കാൻ സാധിച്ചാൽ, നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഭഗവാന്റെ അടുത്തേക്കല്ലാതെ വേറെ എങ്ങോട്ടാ പോവുക? തന്നെ പോവും. പിന്നെ അത് കീർത്തനം. അവനവനുണ്ടാകുന്ന ഈശ്വരന്റെ അനുഭവങ്ങൾ നിങ്ങൾ മറ്റൊരാളോട് പറഞ്ഞാൽ അത് ആ വ്യക്തിയെ ബോധിപ്പിക്കലുമാകും, ഭഗവാനെ കീർത്തിക്കലുമാകും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് മച്ചിത്താം അദ്ഗതപ്രാണബോധയന്ത പരസ്പരം. ഇത് ഭഗവാൻ തന്നെ പറയണത്, വേറെ ആരുമില്ല. അപ്പൊ പരസ്പരം ബോധിപ്പിച്ചും എന്നെ കീർത്തിച്ചും എപ്പോഴും അവർ സന്തുഷ്ടരായിട്ടിരിക്കും. ഈ വാരിപ്പിടിച്ച മുഖമായിട്ട്, ഊതി വീർപ്പിച്ച മുഖമായിട്ടൊന്നുമല്ല ഭഗവാനെ ഭജിക്കുന്നവർ നടക്കും. എപ്പോഴും പ്രസന്നചിത്തരായി. ഭഗവാൻ എപ്പോഴും പ്രസന്നചിത്തനാണ്. ഭഗവാന്റെ ആ യഥാർത്ഥ ഭക്തിയിലേക്ക് വരുന്നവരെപ്പോഴും പ്രസന്നചിത്തനായിരിക്കും. ശത്രുവിനെ കണ്ടാലും ആ പ്രസന്ന ഭാവം വിടുന്ന പ്രശ്നമില്ല. എപ്പോഴും സന്തുഷ്ടനായിരിക്കും. അവർക്കായിരിക്കും അനായാസന ജീവിതം. സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നതും അത്തരത്തിലുള്ളവരായിരിക്കും. ഈ ഒരു ലെവലിലേക്ക് എത്തിയാൽ പിന്നെ ഭഗവാൻ അടുത്ത സ്റ്റെപ്പിലാണ് തേഷാമേവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ നാശയന്നാത്മഭാവസോ ജ്ഞാനധീവേന ഭാസത. ഈ ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗം ഭഗവാൻ കൊടുക്കും. അടുത്ത സ്റ്റെപ്പിലാണ് ഈ വിവേകിയായിരിക്കുന്ന പരസ്പരം ഭഗവാനെ പറ്റി അനുഭവത്തിലൂടെ ബോധിച്ചും ബോധിപ്പിച്ചും ഭഗവാനെ കീർത്തിച്ചും എപ്പോഴും സന്തുഷ്ടനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാനെ പ്രാപിക്കാനുള്ള അർഹതയുണ്ടെന്ന് ഭഗവാന് ബോധ്യം വന്നാൽ അവന് ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗത്തെ കൊടുക്കും. അതാണ് തേഷാം ഏവ തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം താ ഏനമായത്. അത് മേധാബുദ്ധി കൊടുക്കുന്ന അർത്ഥം. മേധാബുദ്ധി കൊടുത്താൽ എന്താ ഗുണം? മനുഷ്യനുള്ള വിശേഷ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തിയാണ്. അത് വേണ്ടത് വേണ്ട വിധത്തിൽ ആസുരീ സമ്പത്തിനെ പോഷിപ്പിക്കാനല്ല, ആധ്യാത്മികതയിൽ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ബുദ്ധിയോഗത്തെ കൊണ്ടേ ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കും. നമ്മൾ ബുദ്ധിയോഗം ശരിക്കും ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അനുഭവം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ കുഴപ്പം? അത് അവനവൻ്റെ തലയും പൊട്ടിക്കും, ബാക്കിയുള്ളവരുടെ തലയും പൊട്ടിക്കും. ഇതും ബുദ്ധിയോഗമാണ്. ഈ ടെക്നോളജി കൊണ്ട് എന്തൊക്കെ ഡെവലപ്പ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടോ, എന്ത് ഉണ്ടായിട്ട് നശിക്കുന്നുവോ അതൊക്കെ ആസുരി ബുദ്ധിയാണ്, അവിദ്യാദി ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിയാണ്. അതേസമയം ഇവിടെ ഭഗവാൻ തരുന്ന ബുദ്ധിയോഗത്തെ ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗം അത് കിട്ടുക. ആ ബുദ്ധി കൊണ്ട് നിങ്ങളുടെ ചിന്ത, വാക്ക്, പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തി കിട്ടിയാൽ ആ ഗുണങ്ങളൊക്കെ ഈശ്വരീയ ഗുണങ്ങളായിരിക്കും. ആ ഗുണങ്ങളെ ആര് ഫോളോ ചെയ്യുന്നോ അവൻ ആത്യന്തികമായിട്ട് ഈശ്വരനിലേക്ക് എത്തും. ഈ ഒരേ ബുദ്ധി തന്നെ രണ്ട് കാര്യത്തിന് ഉപയോഗിക്കാന്നർത്ഥം. ഒരേ കർമ്മം ഒരു വ്യക്തി ചെയ്താൽ നന്മയിലേക്കും, അതേ കർമ്മം മറ്റൊരു വ്യക്തി ചെയ്താൽ തിന്മയിലേക്കും പോകും. ഒരേ ബുദ്ധി ഉപയോഗിക്കുന്നത്, ഒരാളെ ചെയ്യുന്നത്, ഒരേ കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ ആറ്റിറ്റ്യൂഡ് മാറിയാൽ നമുക്ക് പ്രത്യക്ഷത്തിലുള്ള ഫലം വേണമെന്നുണ്ടെങ്കിൽ അതും ഒരു ഗുണമാണ്. ഇപ്പം നമ്മൾ ഇച്ഛിക്കുന്ന കാര്യം സാധിക്കുക, ഇഷ്ടഭോഗങ്ങൾ കിട്ടുക. നമ്മുടെ ശരീരം പോലും ആസുരി സമ്പത്താ ഇന്നുണ്ടായിട്ട് നശിക്കുന്നതാണ്. അതിനെ കൂടുതൽ പോഷിപ്പിച്ച് നിർത്താൻ എത്ര ശ്രമിച്ചാലും ഒരു ഘട്ടത്തിൽ അത് വീണുപോകും. അപ്പൊ ഈ നശിക്കുന്ന വസ്തുവിന് വേണ്ടിയിട്ട് ഈശ്വരനെ ആശ്രയിച്ചിട്ട് നിങ്ങൾ നിന്നിട്ട് കാര്യമില്ല. നശിക്കാത്തതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. ഒരിക്കലും നശിക്കാത്ത വസ്തു നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അതിന് 26 ഗുണങ്ങളുണ്ട്. ആ 26 ഗുണങ്ങളും ദൈവീയ സമ്പത്താണ്. ആ ദൈവീയ സമ്പത്തിനെ യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം
സന്തുഷ്ടമായിട്ട് ദുഃഖരഹിതമായിട്ട് ജീവിക്കാൻ ഭഗവാൻ പറഞ്ഞത്. അതാണ് അനായാസന ജീവിതം. സന്തോഷത്തോടുകൂടി ജീവിക്കാം. ഈ പ്രവൃത്തി നിങ്ങൾക്ക് ശരീരത്തെ നിലനിർത്താനുള്ളതും ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതും ഒക്കെ ഈശ്വരൻ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നതൊക്കെ അനുഭവിച്ചോളൂ. പക്ഷെ ഇഷ്ടഭോഗങ്ങൾ ഭഗവാനോട് ചോദിച്ചിട്ട് വരുത്ത് ദുഃഖിക്കാൻ ഇടവന്നാലോ? അങ്ങനെയല്ലേ സംഭവിക്കണ. നിങ്ങൾ പ്രാർത്ഥനാ ബലത്താൽ ഭഗവാനോട് ഇഷ്ടഭോഗങ്ങൾ ചോദിച്ച് വാങ്ങിയാൽ ഭഗവാൻ ചോദിക്കുന്നതൊക്കെ തരും. എന്തിനാ തരണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും എൻ്റെ അടുത്തേക്ക് ഒന്ന് വരട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടുന്നിടത്തേക്കല്ലേ നമ്മൾ പോവുള്ളൂ. അപ്പൊ ഭക്തിയിൽ ദൃഢത ഉണ്ടാക്കാനാണ് നിങ്ങൾ ചോദിക്കുന്നത് തരണത്. അല്ലാതെ ശാശ്വതമായിട്ട് അത് നിങ്ങളെ സുഖത്തിലേക്ക് എത്തിക്കൊന്നുമില്ല. ഭഗവാന് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാൽ ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന കൊടുത്താലേ നിങ്ങൾ സന്തോഷമായിട്ട് പോവുള്ളൂ. പിന്നെ അത് തീർന്നു കഴിയുമ്പോൾ പിന്നെ വന്നോളൂ. അപ്പൊ ഭക്തിയിൽ ഇങ്ങനെ പല പ്രാവശ്യം ഈ ഒരു സംഗതി ആവർത്തിക്കുമ്പം ഈ കിട്ടുന്നതിലും നശിക്കുന്നതാണ് കിട്ടുന്നത്. അതുകൊണ്ട് അതിലുള്ള ഭ്രമം തന്നെ നമുക്ക് ഇല്ലാതെ വരണം. അതാണ് ഭഗവാന്റെ ലക്ഷ്യം. അതാണ് ബുദ്ധി. ഈ ശാശ്വതമായത് എന്താണെന്ന് തിരിച്ചറിയുന്ന ബുദ്ധിയാണ് യഥാർത്ഥ ബുദ്ധി. ആ ബുദ്ധി കൊണ്ട് ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ പല അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധി തെളിമ. ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, ബുദ്ധി തെളിയിച്ചു തരിക ഭഗവാൻ ചെയ്യുക, പൊടി തട്ടി തരിക. അല്ലാതെ പ്രത്യേകം ഒരു ലഡു തരുന്ന പോലെ ബുദ്ധി വേറെ എന്നെ പ്രാപിക്കാനുള്ളതാ, ഇതും കൊണ്ട് നീ പോയിട്ട് എന്നെ പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ലഡു ഉരുട്ടി തരുന്ന പോലെ അല്ല ബുദ്ധി മാറ്റുന്നത്. നമുക്കുള്ള ബുദ്ധി തന്നെ തെളിമ അറിഞ്ഞതാക്കി ദൈവീയ സമ്പത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ദൈവിക ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കൂ. ആ ഒരു തെളിമ ഭഗവാനെ ഈ തരത്തിൽ പരസ്പരം ബോധിപ്പിച്ചും അനുഭവത്തിലൂടെയൊക്കെ ബോധിക്കുന്ന ആള് ഭഗവാനെ കീർത്തിച്ചും അവരാ യോഗ്യത ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും അവർക്ക്. ഇനി അത് കിട്ടിയാലും ആ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങിയാലും ആ ദൈവീയ സമ്പത്ത് വെച്ചിട്ട് ദുർവിനിയോഗം ചെയ്യുന്ന ഭഗവാൻ അറിയാം. നമുക്ക് എന്ത് കിട്ടിയാലും അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം, എന്ത് കിട്ടിയാലും വേണ്ടില്ല അതിൽ അഹങ്കരിക്കും അല്ലേ? ഒരാൾക്ക് ഒരു പാട്ട് പാടാനുള്ള കഴിവ് കിട്ടിയാൽ പിന്നെ ആ പാട്ട് വെച്ചിട്ട് അഹങ്കരിക്കും, പിന്നെ അതിന് വില പറയും. 64 കലകൾ ഒരാൾക്ക് ഒന്നിച്ചു കൊടുക്കില്ല, പക്ഷെ 64 പേർക്കായിട്ട് കൊടുക്കും. ഇവരെല്ലാവരും പരസ്പരം സഹകരിച്ച് നിന്നാലേ ആ കലകളൊക്കെ പ്രകടമാക്കാനും പറ്റുള്ളൂ. പക്ഷെ അവിടെ മത്സരം ഉണ്ടാവും. ഏതൊക്കെ തരത്തിലാ മനുഷ്യൻ പ്രവർത്തിക്കണമെന്നറിയാവോ? ഇത് വളരെ ഗഹനമായ വിഷയമാണ്. എന്തു കൊടുത്താലും അതിനെ ദുർവിനിയോഗം ചെയ്യുന്ന ഭഗവാൻ അറിയാം. അപ്പൊ ബുദ്ധി കിട്ടിയാലും വേണ്ടില്ല, ദൈവിക ബുദ്ധി കിട്ടിയാലും വേണ്ടില്ല, മേധാബുദ്ധി കിട്ടിയാലും വേണ്ടില്ല, അതിനെ ആദ്യം ചെയ്യുന്നത് നമ്മളും അങ്ങനെയാണല്ലോ. ഒരു നിയമസഭയിലോ പാർലമെന്റിലോ പാസ്സാക്കുന്ന നിയമങ്ങൾ ആദ്യം തെറ്റിക്കുന്നത് ഇത് ബില്ല് അവതരിപ്പിച്ച ആളായിരിക്കും. ചിലരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ബില്ല് തന്നെ കൊണ്ടുവരുന്നത്. കാരണം ചോദ്യം ചെയ്യാതിരിക്കണം, അതാ ഈ നിയമം അനുസരിച്ചുണ്ടാന്ന് പറയും. എനിക്ക് കൃത്യമായിട്ട് അറിയാം. പട്ടാളത്തിൽ വരെ ജനറൽ പോസ്റ്റിലിരിക്കുന്ന ആള് തൻ്റെ PAക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ടെസ്റ്റ് നടപ്പാക്കി പട്ടാളക്കാരെ കൊണ്ട് മുഴുവൻ ടെസ്റ്റ് എഴുതിച്ച ഒരൊറ്റ ആളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷെ അതുകൊണ്ട് കുറെ പേർക്ക് ഗുണമുണ്ടായി. അങ്ങനെ കുറെ പേർ, കാരണം ഒരാൾക്ക് തന്നെ ഒരു പ്രൊമോഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു നിയമം ഉണ്ടാക്കി, അയാളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ടാക്കി, അതിൽ കുറെ പേര് പ്രൊമോട്ടായി. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കണേ. അല്ലാതെ പൊതുവായിട്ട് ഉള്ള എന്താ പറഞ്ഞേ, ഈ പക്ഷപാതം ഇല്ലാതെ ഒന്നും ഒരു ഭരണകർത്താക്കളും പ്രവർത്തിക്കണ്ട. എന്തെങ്കിലുമൊക്കെ പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശലക്ഷ്യമുണ്ടാവും. ലോകം അങ്ങനെയാ പണ്ട് മുതലേ. അതെ, രാജാവിന്റെ അടുത്ത് നിൽക്കുന്നവന് രാജാവിനെ ഇഷ്ടം പോലെ എന്ത് വേണമെന്ന് ചോദിക്കുന്നതൊക്കെ കൊടുക്കുമല്ലോ. ഭഗവാന്റെ അടുത്ത് നിൽക്കുന്നവർക്കും അതെ, ഇഷ്ടഭോഗങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടും. ഈ കുറെയൊക്കെ ഭഗവാന്റെ സ്വഭാവം തന്നെ നമുക്ക്. നിങ്ങൾ അച്ഛനോടാണോ അമ്മയോടാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ആരാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ സാധിപ്പിച്ചു തരുന്നത് അവരോടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം. യാതൊരു സംശയമില്ല അല്ലേ? അച്ഛനാണ് സാധിപ്പിച്ചു തരുന്നെങ്കിൽ അച്ഛൻ പ്രിയനായിരിക്കും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പ്രീതി ഉണ്ടാവും.
ഇനി അമ്മ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നിങ്ങളെ സഹായിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അമ്മ പ്രിയനായിരിക്കും. ഭഗവാന്റെ സ്വഭാവം ഇങ്ങനെയാണ്. നിങ്ങൾ ശിവനെ പൂജിച്ചാൽ ശിവൻ കാര്യമൊക്കെ നടത്തിയെത്തുന്നാൽ പിന്നെ ശിവന്റെ ഭക്തനാവും അല്ലേ? ഗണപതിയെ ഭജിക്കുന്നവർക്ക് കാര്യം നടന്നാലും ഗണപതിയാവും ഭക്തൻ. അതാണ് യോ യോ യാം യാം തനു ഭക്തക ശ്രദ്ധയാർച്ചിതിമിച്ച്. ഭഗവാൻ നമ്മുടെ മനസ്സൊക്കെ മനസ്സിലാക്കിയിട്ട് ഭക്തിയുടെ റൂട്ടിൽ കയറ്റി വിടുന്നുണ്ട്, നമ്മളെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗം എന്ന് പറഞ്ഞാൽ ദൈവിക സമ്പത്തിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഭൗതികതയെ, ശരീരം ഭൗതികമാണ്, അതിനെ നിലനിർത്തിക്കൊണ്ടല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ശരീരത്തെ പ്രാരാബ്ധത്തിൽ അനുഭവിക്കുന്നവരായാലും പുതിയ പ്രാരാബ്ധങ്ങൾ ഉണ്ടാക്കാതെ ഉള്ളത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ദൈവിക സമ്പത്തിന്റെ ദൈവിക ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ആസുരി സമ്പത്തിനെ അനുഭവിക്കണം. ആ ഒരു ബുദ്ധിയാണ് കിട്ടുക. ആ ബുദ്ധി കിട്ടിയാൽ ദുർവിനിയോഗം ചെയ്യാതെ അവൻ മുമ്പോട്ട് പോകുന്നുണ്ട്. ഭഗവാന്റെ ഭക്തി വിടാതെ, ഭഗവാനെ മറക്കാതെ, ആ അനുഭവങ്ങളിലൂടെ യോജിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒന്നും നഷ്ടപ്പെടുത്താതിരിക്കുന്ന ആൾക്ക് അടുത്ത ഗുണം കൂടെ കൊടുക്കും. തേഷാമേവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനചന്തമ നാശയന്നാത്മഭാവസ്തോ ജ്ഞാനദീപേന വാസന. അവിടെയാണ് പരമാത്മ ജ്ഞാനത്തിലേക്ക് ആ വ്യക്തി എത്തുക. അവിടെ ഭഗവാൻ തന്നെ അന്തർയാമിയായിട്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് അജ്ഞതയുടെ കവചത്തെ ഭേദിച്ച് ജ്ഞാനമാക്കുന്ന ദീപത്തെ, അതായത് വെറും ജ്ഞാനമല്ല, ആധ്യാത്മികമായിരിക്കുള്ള ആത്മീയ ജ്ഞാനം, അതായത് പരമാത്മാ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നവർ. അതുകൊണ്ട് മോക്ഷം കിട്ടുമൊന്നുമില്ല. ജ്ഞാനിയായെന്ന് വെച്ചിട്ട് മോക്ഷം കിട്ടില്ല. ജ്ഞാനത്തെ കൂടെ ഉപേക്ഷിക്കേണ്ട ഒരു ഘട്ടം വരും. ദേഹത്തെ ഉപേക്ഷിക്കണം, ഗ്രന്ഥത്തെ ഉപേക്ഷിക്കണം. അപ്പൊ ഈ ജ്ഞാനം കിട്ടിയാലും ഈ ജ്ഞാനം എങ്ങനെയാ ഉപയോഗിക്കണേന്ന് നോക്കും. ഞാൻ പറഞ്ഞു ഇന്നലെ, നമ്മൾ എന്ത് ചെയ്താലും ഉണ്ടല്ലോ, ആ സാക്ഷി ഏറ്റവും വലിയ CC ക്യാമറ വെച്ചിട്ടിരിക്കുന്ന ആളാ ഭഗവാന്റെ കണ്ണുകളെ. ഭഗവാനെ മറിച്ചിട്ടൊന്നും ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഒന്നും സാധ്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ മിണ്ടാതിരിക്കാൻ വന്ന ആള് ഭഗവാൻ എന്നോട് ചോദ്യം ചെയ്തു 2 ദിവസം കഴിഞ്ഞപ്പം, നിന്നോട് മിണ്ടാണ്ടിരിക്കാൻ ആരാ പറഞ്ഞേ? മിണ്ടാതിരിക്കാനാണോ നിന്നെ ഇങ്ങോട്ട് വിട്ടത്? എൻ്റെ ഭക്തർക്ക് ബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ ഇങ്ങോട്ട് വിട്ടേക്കണേ. എന്നിട്ട് നീ മിണ്ടാതിരുന്നാൽ ഇപ്പൊ ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ വരും. അത് സമയാസമയങ്ങളിൽ ഭഗവാൻ ആക്ടിവേറ്റ് ചെയ്യിച്ചോളും, യാതൊരു സംശയമില്ല. അപ്പം എന്നാൽ ഇതിനെ ദുർവിനിയോഗം ചെയ്യും. ജ്ഞാനിയായിട്ട് മാറി പിന്നെ ആ ജ്ഞാനത്തിൽ അഹങ്കരിക്കും, അത് ബലമാവും. പിന്നെ അഹങ്കാരം, ബലം, ദർപ്പം, കാമം, അതുകൊണ്ട് സമ്പാദിക്കാൻ ശ്രമിക്കും, ആസക്തി ഉണ്ടാകും. അതിനെ ദുർവിനിയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. അതല്ലാതെ ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ് ആ ജ്ഞാനത്തെ യൂട്ടിലൈസ് ചെയ്യുന്ന ഭഗവാന് ബോധ്യം വന്നാൽ പിന്നെ ഭഗവാന്റെ കൃപ എപ്പോൾ ലഭിക്കുന്നോ അപ്പം ആണ് ഈ സംസാരത്തിൽ നിന്ന് ബന്ധനം, ഭഗവാനിലേക്ക് ലയിക്കാനുള്ള യോഗ്യത കിട്ടുക എന്നർത്ഥം. അതാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ അർജുനൊരു സംശയം ഉണ്ടായി. അതാണ് ഇനി പറയുന്ന 2 ശ്ലോകങ്ങൾ, 2 കുറേ ശ്ലോകങ്ങൾ സംശയം തീർക്കുന്നുണ്ട് അർജുനൻ. അതാണ് ഇനി നമുക്ക് ചിന്തിക്കേണ്ടത്. അർജുന ഉവാച പരം ബ്രഹ്മ, അതായത് ഈ 11 ശ്ലോകങ്ങൾ 9-ാം അധ്യായത്തിൽ പറഞ്ഞ യഥാർത്ഥ ഭക്തിയുടെ സിദ്ധിയാണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. ഏറ്റവും വലിയ സിദ്ധി എന്താ? ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധി കിട്ടും, പിന്നെ പരമജ്ഞാനിയായിട്ട് മാറും. അതാണ് ഏറ്റവും വലിയ യോഗക്ഷേമം. അനന്യാ ചിന്തയന്തോ മാം യേ ജന പരിഭാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം മഹാമ്യകം. നമുക്ക് എന്താണോ അപ്രാപ്യസ്യ പ്രാപ്യതേ ഇത് യോഗം, ഏറ്റവും വലിയ പ്രാപിക്കാൻ പ്രയാസമുള്ളത് എന്താണോ അതാണ് യോഗം. ആ യോഗം ലഭിച്ചാൽ അത് ക്ഷേമമായിട്ട് നിലനിർത്താന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പ്രാവശ്യം ജനിച്ചു മരിക്കേണ്ടി വന്നാലും ഈ യോഗം എന്ന് പറഞ്ഞാൽ പരമാത്മാ ജ്ഞാനമാണ് ഏറ്റവും വലിയ യോഗം. 8 വിധ സിദ്ധികളിൽ ഏറ്റവും വലിയ സിദ്ധി ജ്ഞാനമാണ്. ആ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ലോകത്ത് എത്ര പ്രാവശ്യം ജനിച്ചു മരിച്ചാലും ഈ ജ്ഞാനം നഷ്ടപ്പെടില്ല. എന്താണോ നശിക്കാത്ത അതാണ് യഥാർത്ഥ യോഗം. ബാക്കി നമുക്ക് ഭൗതികമായിട്ട് എന്ത് യോഗം കിട്ടിയാലും അത് നിങ്ങൾക്ക് ദുഃഖപൂർണമാകും. ഇനി ഭഗവാന്റെ അടുത്ത വിശ്വസിദ്ധിക്കായിക്കൊണ്ട് ഇഷ്ടഭോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഓഫർ കൊടുത്തിട്ട്
പ്രാർത്ഥിച്ചിട്ട് കാര്യം നേടിയാലും വേണ്ടില്ല, അതേ കാരണം കൊണ്ട് നിങ്ങൾ വെക്കും. ഉടനെയല്ല, കാലക്രമത്തിൽ അവസാനം നിങ്ങളെ കൊണ്ട് പോകാൻ പറയും, ഇത് വേണ്ടായിരുന്നു അല്ലേ? കുട്ടികളില്ലാത്തവരെ, കുട്ടികൾ പ്രാർത്ഥിച്ചിട്ട് കുട്ടികളുണ്ടായിട്ട് സന്തതി നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പം പറയും, ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകാതിരിക്കുമായിരുന്നു നല്ലത്. അമ്മമാരെ പറയുന്നത് നേരിട്ട് കേട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് അനുഭവം. പക്ഷെ അത് അന്നേരം അനുഭവിക്കുമ്പോൾ അവർക്ക് അത് ബോധ്യം വരില്ല, അല്ലേ? ഇത് തന്നെയാണല്ലോ ഭാഗവതം പറയുമ്പോൾ മഹാത്മ്യത്തെ തന്നെ സന്തതികളില്ലാന്ന് പറഞ്ഞ ഒരു സന്യാസിയുടെ പോയിട്ട് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ച് സന്തതി വാങ്ങണതിന് മുമ്പ് തന്നെ, അതിനുള്ള അനുഗ്രഹം വാങ്ങണതിന് മുമ്പ് ആ സന്യാസി പറഞ്ഞു, നിനക്ക് നീ ഇതൊക്കെ വിട്ടിട്ട് വന്നിരിക്കുകയല്ലേ, ഇതെല്ലാം വിട്ടിട്ട് പൊക്കോളൂ, ഇത് പ്രാരാബ്ധത്തിലേക്കൊന്നും പോകണ്ട, ഇപ്പം നല്ല സമയമാണ്, പോയി ഈശ്വരനെ പ്രാർത്ഥിച്ച് രക്ഷപ്പെടാൻ നോക്കോളൂ. ഒരു ബ്രാഹ്മണനോടാ പറഞ്ഞത്. എനിക്ക് സന്തതിയില്ല, പിൻതലമുറ നിലനിർത്താൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വിളിച്ച് അവസാനം സന്യാസി എന്ത് പറഞ്ഞിട്ടും കേൾക്കില്ല. അങ്ങേക്ക് തരാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പറ്റില്ലെങ്കിൽ ഞാനിപ്പോൾ അങ്ങയുടെ മുമ്പിൽ അഗ്നിക്ക് തീ കൊളുത്തി ഞാൻ അങ്ങയുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാ ശരി, പോയി അനുഭവിച്ചോളാൻ പറഞ്ഞുകൊണ്ട് സന്തതി ഉണ്ടാകാനുള്ള മാർഗം പറഞ്ഞു കൊടുത്തു. അതേയാൾ അവസാനം സന്തതി ഉണ്ടായി. അവസാനം ഇതെല്ലാം ഉപേക്ഷിച്ച് മകൻ്റെ കൂടെ നിൽക്കാനേ പറ്റില്ല എന്ന് തീരുമാനിച്ച് അവസാനം ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അനുഭവമൊക്കെ ഭാഗവതത്തിൽ മഹാത്മ്യത്തിൽ തന്നെയുണ്ട്. ആത്മദേവന്റെ കഥ. ഇതൊക്കെയാണ് നമ്മുടെ ഗതി. നിങ്ങൾക്കൊരു ഇച്ഛ തോന്നിക്കഴിഞ്ഞാൽ, പിന്നെ ആഴ്ചയിൽ ബലം വന്നു കഴിഞ്ഞാൽ ആര് സാരോപദേശം നടത്തിയിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ആ ഇച്ഛ സാധിക്കുന്നവരെ നിങ്ങൾ വിടുന്ന പ്രശ്നമില്ല. അത് എന്താണോ ചെയ്യേണ്ടത്, ഞാൻ അതുകൊണ്ട് ആർക്കാ എന്താ ഇച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഥാസ്തുന്നേ ഞാനും പറയാറുള്ളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവിച്ചോളൂ. കള്ളു കുടിക്കുന്നവൻ കള്ളു കുടിച്ച് മരിക്കട്ടെ, അവനെ ഡീഡിഷൻ സെന്ററിലൊന്നും കൊണ്ടുവിട്ടിട്ട് കാര്യമൊന്നുമില്ല. കുറച്ച് കാലത്തേക്ക് നിർത്തിയാലും പിന്നെ തുടങ്ങിയാൽ ഇരട്ടിയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇതിൽ മുങ്ങിച്ചാവട്ടെ. ചിലരുടെ ജന്മം അങ്ങനെയാ. അങ്ങനെ നശിക്കാൻ യോഗം എന്നുണ്ടെങ്കിൽ അവൻ നശിക്കട്ടെ എന്ന് പറയാനുള്ളൂ. ഭഗവാൻ ഒന്നും ഇന്റർഫെയർ ചെയ്യാറില്ലല്ലോ, ആരുടെ ജീവിതത്തിലും ഇന്റർഫെയർ ചെയ്യാറുണ്ടോ? പിന്നെ നമ്മൾ ഈ ബുദ്ധിയില്ലാത്തവർ അവരുടെയൊക്കെ നേരെയാക്കാന്ന് പറഞ്ഞുകൊണ്ട് ശ്രമിക്കണത് ഒന്നും നേരെയാവില്ല. സ്വഭാവസ്സു പ്രവർത്തതേ, ഓരോരുത്തരും ജനിച്ചിരിക്കുന്ന പൂർവജന്മ വാസനാ ബലത്താൽ പഹത സ്വഭാവ, പൂർവജന്മ കർമ്മത്തിന്റെ ഫലം കൊണ്ട് അവരുടെ സ്വഭാവം കൊണ്ടാണ് ജനിച്ചിരിക്കുന്നത്. ഈ സ്വഭാവം മാറ്റാൻ ഈശ്വരൻ പറഞ്ഞാൽ പോലും കേൾക്കില്ല. ഗുരുവായൂരപ്പൻ എത്ര പ്രാവശ്യം ചെല്ലുന്നവരോടൊക്കെ പറയുന്നുണ്ട്, ആ കാവൽക്കാരെ കൊണ്ട് പറയിപ്പുണ്ട്, തൊഴുതു മാറൂ. നീ തൊഴുതു മാറാൻ പറയുന്നത് എന്താ? നീ എന്നെ തൊഴുതു നിന്റെ സ്വഭാവം മാറ്റിയിട്ട് വരാനാ പറയണത്. എത്ര പേരാ സ്വഭാവം മാറ്റിയിട്ട് അങ്ങോട്ട് ചെല്ലണേ? അവിടെ നിന്നോണ്ട് തന്നെ തനി സ്വഭാവം കാണിക്കും, അല്ലേ? സ്വഭാവം മാറ്റൽ നടക്കില്ല. കാരണം നമ്മുടെ പൂർവജന്മാർജിതമായിട്ട് നമ്മുടെ കർമ്മത്തിന്റെ വാസനാബലത്താൽ കിട്ടിയിരിക്കുന്ന സ്വഭാവം നമ്മൾ വിചാരിക്കാതെ അതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. അത് അനുഭവത്തിലൂടെ മാത്രമേ മാറ്റം വരുത്തൂ. എന്നാൽ പറ്റില്ലാത്ത എങ്ങനെ സാധിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പൂർവ്വജന്മ വാസനാബലം ഇല്ലെങ്കിൽ സാധിക്കില്ല. ഞാൻ 42 വയസ്സ് വരെ ഉണ്ടായിരുന്ന ആളല്ലല്ലോ. ഇപ്പം എങ്ങനെ എൻ്റെ സ്വഭാവം മാറിയ? അതും പൂർവ്വജന്മ ആർജിതമാണ്. നമ്മൾ ചിലതൊക്കെ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പഴയ സ്വഭാവം കാണിച്ചു എന്നിരിക്കും. അനുഭവിച്ച് അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം തന്നെ വരും. ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗം നൽകും, ജ്ഞാനം നൽകും എന്നൊക്കെ ഭഗവാൻ പറഞ്ഞില്ലേ. ഇത് അവരവരുടെ അനുഭവത്തിൽ വരണം. അപ്പോഴാണ് നമ്മൾ ഈശ്വരനെ ശരിക്കും അനുഭവിച്ചറിയാം. അപ്പം അതുകൊണ്ട് ഇത് ജ്ഞാന ദീപം പ്രകാശത്താൽ അജ്ഞാനജന്യമായിരിക്കുന്ന അന്ധകാരം നീങ്ങുമ്പോൾ അജവും അനാദിയുമായിരിക്കുന്ന പരമ്പൊരുൾ തന്നെയാണ് ആത്മാവായി പ്രകാശിക്കുന്നത് എന്ന സാക്ഷാത്കാരം ഉണ്ടാകും. ഇതാണ് ആത്മസാക്ഷാത്കാരം അഥവാ ഈശ്വര സാക്ഷാത്കാരം അഥവാ ബ്രഹ്മ സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെ. അപ്പം അതിന് ഭക്തിപരമായിരിക്കുന്ന ജ്ഞാനത്തിന് ഹേതുവാകുന്നത് എങ്ങനെയെന്ന് ഇവിടെ കാണിച്ചിരിക്കും. ഭക്തിയിലൂടെ എങ്ങനെ ജ്ഞാനിയായി മാറാമെന്ന് ഭഗവാൻ 9-ാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചത്
ഈ 11-ാമത്തെ ശ്ലോകത്തിൽ അതിൻ്റെ യോഗ്യതയാണ് പറയുന്നത്, ഭക്തിയോഗ സിദ്ധി. ഇപ്പം നമുക്ക് ഈ ഭക്തി കൊണ്ട് നടന്നാൽ എന്താ അതുകൊണ്ട് ഗുണം എന്ന് പലരും ചോദിക്കാറില്ലേ? എന്താ ഇങ്ങനെ ഭജിച്ച് നടന്നിട്ട് എന്താ കാര്യം എന്നുള്ളത്. അത് അവരെയൊന്നും ബോധിപ്പിക്കാനൊന്നും ശ്രമിക്കണ്ട, നിങ്ങൾക്ക് ബോധ്യം വന്നാൽ മതി. നിങ്ങളുടെ ആത്മശക്തി പരമജ്ഞാനമായിട്ട് മാറ്റുന്നതും ഭഗവാനായിരിക്കും. ഇത് മറ്റൊരാൾക്ക് ഫോട്ടോ എടുത്ത് കാണിക്കാനൊന്നും പറ്റില്ല. നിങ്ങളുടെ ആത്മാവിനെ പരമശുദ്ധമാക്കി എന്ന് ഭഗവാന് ബോധ്യം വന്നാൽ ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിലിരുന്ന് ആത്മപ്രകാശം നൽകുക ചെയ്യുന്നത്. അത് പ്രകാശിച്ചാൽ നമ്മുടെ ചിന്തയും വാക്കും ഒക്കെ തന്നെ മാറി വരും. എൻ്റെ മാറിയല്ലോ. ഞാനിതൊന്നും പഠിച്ചെടുത്തതോ ആരെങ്കിലും എന്നെ പഠിപ്പിച്ചതോ അല്ല, ഇതൊക്കെ പൂർവ്വജന്മാർജിതമാണ്. അപ്പൊ അതാണ് ഭക്തിയോഗ സിദ്ധി എന്ന് പറയുന്നത്. ഇത്രയും പറയണ കേട്ട് കഴിഞ്ഞപ്പം അർജുന് കുറെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജും വിഭും ആകംസ മൃഷയ സർവേ ദേവർഷി നാരദ സദാ ആസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷ്യമേ. അർജുനൻ പറഞ്ഞു, പരം ബ്രഹ്മ പരം ധാമ, പരബ്രഹ്മവും പരവുമായിരിക്കുന്ന പ്രാപ്യസ്ഥാനവും പരമം പവിത്രം ഭവാൻ, ഉത്തമമായിരിക്കുന്ന ശുദ്ധ വസ്തുവാണ് അങ്ങ്. ത്വാം ശാശ്വതം ദിവ്യം, അങ്ങയെ നിത്യനും പ്രകാശരൂപിയും ആദിദേവം അജം, ആദിദേവനും ജന്മരഹിതനും വിഭുവും പുരുഷം സർവവ്യാപിയും പുരുഷനുമെന്ന് സർവേ ഋഷയ, സകല ഋഷിമാരും തഥാ ദേവർഷി നാരദ, ദേവർഷി നാരദനും അപ്രകാരം തന്നെ ദേവർഷി നാരദനും ആസിത ദേവല, ആസിതനും ദേവലനും വ്യാസനും അഹു, വ്യാസനും പറയുന്നു. വ്യാസ ആഹു എന്ന് പറഞ്ഞാൽ വ്യാസനും പറയുന്നു. സ്വയം ഏവമേ, അങ്ങ് തന്നെ, ബ്രവീഷ്യച, അങ്ങനെ തന്നെയല്ലേ അങ്ങും ഇപ്പം എന്നോട് പറയണത്. അതായത് പരബ്രഹ്മവും ഉത്തമവുമായിരിക്കുന്ന ആശ്രയവും ഉത്തമ ശുദ്ധവസ്തുവാണ് അങ്ങ്. അങ്ങയെ നിത്യനെന്നും പ്രകാശരൂപിയെന്നും ആദിദേവനെന്നും ജനനരഹിതനെന്നും സർവവ്യാപി എന്നും പുരുഷനെന്നും സകല ഋഷിമാരും ദേവർഷി നാരദരും അസിതനും ദേവലനും വ്യാസനും പറയുന്നു. അത് തന്നെ അങ്ങ് തന്നെ, അങ്ങ് ഇപ്പോൾ എന്നോട് പറയുകയും ചെയ്യും. ഇവരൊക്കെ പറഞ്ഞത് തന്നെ അങ്ങ് ഇപ്പം എന്നോട് പറയുകയും ചെയ്യുന്നു. പുരുഷൻ ആത്മാവ്, അസിതൻ ആസിത മഹർഷിയാണ്. ദേവലൻ വ്യാസശിഷ്യനായിരിക്കുന്ന ദേവലനാണ് ഇവിടെ ഋഷി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മഹാത്മാക്കളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അങ്ങ് ഇപ്പോൾ എന്നോട് പറയണതും. അതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇതുവരെ ഞാൻ ആരൊക്കെ പറഞ്ഞ് അങ്ങയെപ്പറ്റി കേട്ടിട്ടുണ്ടോ അതൊക്കെ ഞാൻ തന്നെയാണെന്ന് അവർ പറഞ്ഞു. ഭഗവാനാണ് ഇതൊക്കെ, ഈ പറയുന്നതൊക്കെ ഭഗവാനാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അങ്ങ് പറയുന്നു അവർ പറഞ്ഞ അതേ കാര്യങ്ങൾ അങ്ങ് എന്നോട് പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ തന്നെയാണ് പറഞ്ഞു. നീ എവിടെയൊക്കെ എന്തൊക്കെ കേട്ടിട്ടുണ്ടോ അതൊക്കെ ഞാൻ തന്നെയാ, ഈ പറഞ്ഞവര് ഞാൻ തന്നെ. ദേവർഷി നാരദരായിക്കോട്ടെ, വ്യാസനായിക്കോട്ടെ, ആരൊക്കെ മഹർഷി മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ളോ അവരൊക്കെ ഞാൻ തന്നെയാ. അതുകൊണ്ട് സർവമേതദ്ധിതം മന്യേ എന്മാം വദസി കേശവൻ അഖിതേ ഭഗവാൻ വ്യക്തി വിദുർദേവാനദാനവ. ഹേ കേശവ മാം യത് വദസി, ഹേ കേശവ എന്നോട് യാതൊന്നു പറയുന്നുവോ, ഏത് സർവം മൃതം മന്യേ, ഇതെല്ലാം സത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ വിചാരമായിട്ടുള്ളൂ, സത്യമാണെന്ന് അർജുനൻ അങ്ങോട്ട് ഉറപ്പ് വന്നിട്ടില്ല അല്ലേ? നമ്മൾ ഒരാളുടെ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നമ്മുടെ വിചാരം ചേർക്കാൻ പാടില്ല. 100% ഡെഡിക്കേറ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാ ഞാൻ തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പട്ടാളത്തിൽ വർക്ക് ചെയ്യുമ്പം അവിടെ ഒരൊറ്റ ഓർഡറേ ഉള്ളൂ, മുകളിലിരിക്കുന്ന ആൾ എന്ത് പറഞ്ഞാലും അത് ചെയ്തോളണം. സുപ്പീരിയർ ഓഫീസർ എന്ത് പറഞ്ഞാലും അവിടെ ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇങ്ങനെ അഥവാ മേനെ സ്വച്ഛാത എന്ന് പറഞ്ഞാൽ അപ്പ ഓഫീസർ പറയും നിന്നോടാരാ സ്വച്ഛനേക്കലിയെ പോലെ.
നിന്നോട് ആരാ വിചാരിക്കാൻ പറഞ്ഞ? വിചാരം ചെയ്യാനാ ഞങ്ങളെ ഇവിടെ എത്തിയേക്കണേ. നിന്നോട് എന്താണോ പറഞ്ഞത് അപ്പ ചെയ്താൽ മതി. കാരണം ബോർഡറിൽ കൊണ്ടെടുത്തിട്ട് വെടിവെക്കടാന്ന് പറയുമ്പോൾ അവിടെ വിചാരം ചെയ്യാൻ പോയാലേ ചിലപ്പോൾ വെടി തൻ്റെ നെഞ്ചത്ത് കയറും. അത്രയും നിമിഷം മതി. വെടിവെക്കാൻ പറഞ്ഞാൽ അപ്പോൾ സ്പോട്ടിൽ വെടിവെച്ചോളാം. അതുകൊണ്ട് അങ്ങനെ ട്രെയിനിങ് തന്നേക്കണം. ഓർഡർ കിട്ടി അപ്പം ഫയറിങ്. അവിടെ വിചാരം ചെയ്യാൻ പോയ പ്രശ്നമാണ്. നമുക്ക് ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടത് വേണ്ട സമയത്തിൽ വിചാരം ചെയ്യില്ല. എന്നിട്ട് ആരെങ്കിലും പറയുന്നത് അങ്ങനെ തന്നെ മുന്നും പിന്നും നോക്കാതെ ചിലപ്പോൾ ചെയ്യുകയും ചെയ്യും. അത് ഭൗതിക കാര്യമാണെങ്കിൽ ഉറപ്പാ പ്രശ്നമാവും. ഈ സ്വയം വിചാരം ചെയ്യാൻ പോയാലുള്ള കുഴപ്പം. ഭഗവാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ഇതൊക്കെ ശരിയാണ്. അർജുനൻ തന്നെ പറയുന്ന ശ്രദ്ധിച്ചോളണം. ഈ മഹർഷിമാരും ദേവന്മാരും ഇല്ലെങ്കിൽ മറ്റ് ഋഷിമാരും വ്യാസനും നാരദരും ഒക്കെ പറഞ്ഞത് തന്നെയാണ് അങ്ങ് പറയുന്നത്. ആ പറഞ്ഞത് ഭഗവാൻ പറഞ്ഞതാണോ ശരി, അതെ മറ്റൊരു പറഞ്ഞതാണോ ശരിയെന്ന് ചിന്തിക്കാൻ പോയതാണ് പ്രശ്നം. ഭഗവാൻ പറഞ്ഞതാ ശരിയെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ വിചാരം ചെയ്യണോ അതേപ്പറ്റി? നമുക്ക് ഒരേ കാര്യം തന്നെ പലര് പറയുമ്പം പല രീതിയിൽ അവരുടെ സ്വഭാവം വെച്ചിട്ടായിരിക്കും പറയാം, അവരവരുടെ അനുഭവം വെച്ചിട്ടായിരിക്കും പറയാം. അപ്പോൾ ഒരേ കാര്യം തന്നെ പറഞ്ഞാലും വ്യത്യസ്തമായിട്ട് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്താൽ പിന്നെ നമ്മുടെ വിചാരം കൂടെ കൂട്ടിക്കലർത്തും. അപ്പോൾ സംശയം ഉണ്ടോ, ഇതിൽ ആര് പറഞ്ഞാൽ ശരി? ഇതിനിടയ്ക്ക് ഭഗവാനും പറഞ്ഞു ഇതൊക്കെ ഞാൻ തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ ആരാ? അതാണ് ഇങ്ങനെ പറയുന്നത്. ഹേ കേശവ, അങ്ങ് എന്നോട് പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യമാണെന്ന് ഉറപ്പ് വന്നിട്ടില്ല എന്നർത്ഥം. അതാണ് വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. ഉറപ്പ് വന്നതും മറുപടിയും വിചാരിക്കുന്നു എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഹേ ഭഗവാൻ, അങ്ങയുടെ വ്യക്തിഭാവത്തെ, യഥാർത്ഥ സ്വരൂപത്തെ ദേവന്മാരോ ദാനവന്മാരോ ആരും തന്നെ അറിയുന്നില്ല എന്നും അങ്ങ് പറയുകയും ചെയ്തു. ദാനവന്മാർ ധനുവിൻ്റെ സന്തത പരമ്പര, അതായത് അസുരവർഗം. ഇവിടെ ദേവന്മാർ ഇന്ദ്രിയങ്ങളെയും ദാനവന്മാർ കാമാദി വികാരങ്ങളെയും പ്രതിദാനം ചെയ്യുന്നു എന്നും കരുതാവുന്നതാണ്. അതുകൊണ്ട് അങ്ങയുടെ വ്യക്തിഭാവത്തെ, യഥാർത്ഥ സ്വരൂപത്തെ ദേവന്മാരോ ദാനവന്മാരോ, അതായത് ദേവന്മാരോ അസുരന്മാരോ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. അതായത് ആസുരി സമ്പത്ത് എന്ന് പറയണേ, അല്ലെങ്കിൽ ആസുരി സമ്പത്തിന് അധികാരിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടായിട്ട് നശിക്കുന്നതൊക്കെ ആസുരി സമ്പത്താണ്. അപ്പോൾ ദേവന്മാരോ സ്ഥായി ആയിട്ടുള്ളതാണ്, ശാശ്വതമായിട്ടുള്ളതാണ്. പക്ഷെ ഇവര് ഈ ദേവന്മാർക്ക് പോലും അറിയുന്നില്ല, പിന്നെ അസുരന്മാരൊട്ടും അറിയില്ലല്ലോ. അതാണ് ഇവിടെ അർജുനൻ ഇങ്ങനെ വിചാരം ചെയ്യാൻ പോയതിൻ്റെ കാര്യം. കാരണം അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞവരാരും നേരിട്ട് അറിഞ്ഞിട്ടില്ല, അവർക്ക് പോലും അറിയാൻ സാധിക്കുന്നില്ല. ദേവന്മാർക്കും അറിയാൻ സാധിക്കുന്നില്ല, ആസുരി സ്വഭാവമുള്ളവർക്കും അറിയാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെ ഞാനത് വിശ്വസിക്കുക എന്നതാണ്. ചില കാര്യങ്ങൾ ഈശ്വരൻ പറഞ്ഞാൽ പോലും നമുക്ക് വിശ്വാസം വരില്ല. ഈശ്വരൻ തന്നെ നേരിട്ട് എന്തെങ്കിലും കൊണ്ടു തന്നാൽ അത് ധൃതരാഷ്ട്രയുടെ കൂട്ടാണെങ്കിൽ വേണ്ടാന്നും പറയും. ദിവ്യദൃഷ്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അച്ഛന്തയുടെ മറവിലിരിക്കുന്ന ആൾക്ക് അത് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ആത്മബോധം ഉള്ളവർ പ്രസാദം കിട്ടുന്ന പോലെ വാങ്ങും. അപ്പം ദിവ്യദൃഷ്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് സ്വന്തം പിതാവ് തന്നെ അവിടെ ചെന്നതാ അല്ലേ? കണ്ണില്ലാത്തവനാണ് കാഴ്ച കൊടുക്കാന്ന് പറയണതേ. അന്നേരം എനിക്കൊന്നും കാണണ്ട, അറിയണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ സ്വയമേവാത്മനാത്മാനം വേത്തത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേകജകൽപ്പതേ. ഹേ പുരുഷോത്തമ ഭൂതഭാവന, അല്ലയോ പുരുഷോത്തമ ഭൂതേശ ദേവജകൽപ്പതേ. ഭൂതങ്ങളുടെ ആദികാരണവും ഭൂതനായകനും
ദേവന്മാർക്കും ദേവനായിരിക്കുന്നവനെ ജഗദീശ്വര ത്വം സ്വയം ഏവ, അങ്ങ് താനേ തന്നെ തന്നെ ആത്മാനം ആത്മനാ വേത്ത, അങ്ങയാൽ അറിയുന്നു. അതായത് അങ്ങയ്ക്ക് മാത്രമേ അങ്ങേ അറിയാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞ് അർജുനൻ സമർത്ഥിക്കുന്നത്. വേറെ ആർക്കും അറിയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇതിന് വലിയ അത്ഭുതമൊന്നുമില്ല. നമ്മളെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെപ്പറ്റി അറിയുന്നത് ആർക്കാ അറിയുന്നത്? നമുക്ക് തന്നെയല്ലേ അറിയുള്ളൂ. വേറെ ആർക്കെങ്കിലും അറിയോ? നീ അറിയിക്കാൻ ശ്രമിച്ചാൽ അവർ അറിയോ? ഇതാണ് സത്യം. ഇത് ബോധിപ്പിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഞാൻ ആരാന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ പറ്റുമോ? ചിലതൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ചിലപ്പം ഇന്ന പേര് വിളിച്ച ഇന്ന ആളാന്ന് പറയും. എന്ന് വെച്ചോണ്ട് പേര് വിളിച്ചു എന്ന് ഓർത്തോണ്ട് പേര് ഇന്ന ആളാന്നുള്ള ലേവൽ കുത്തി എന്ന് വെച്ചുകൊണ്ട് അയാൾ ആരാന്നറിയാൻ പറ്റുമോ? അത് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്ന ബന്ധുക്കൾ. അതുകൊണ്ടാണ് എത്ര ശ്രമിച്ചാലും എന്നെ ആരും മനസ്സിലാക്കുന്നില്ലോ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല എന്നർത്ഥം. നമ്മൾ ചില സമയത്ത് ഞാൻ വരെ ചോദിച്ചിട്ടുണ്ട്, കുടുംബത്തിലുള്ളവരൊന്നും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയും. സത്യത്തിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത് പിന്നീടാ മനസ്സിലാവണേ, ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന്. അവരവർക്ക് മാത്രമേ അവരവരെ മനസ്സിലാവുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. അത് തന്നെയാണ് അർജുനൻ പറയുന്നത്. അങ്ങയെ മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങയ്ക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ഇൻഡിവിജ്വലി അർജുനനെ മനസ്സിലാക്കാൻ പറ്റുന്ന അർജുനന് മാത്രമേ പറ്റൂ. അതേപോലെ ഓരോ അർജുനന്മാർക്കും അവരവരെ മനസ്സിലാവുള്ളൂ എന്നർത്ഥം. വേറെ ആരെയും മനസ്സിലാക്കാം. നാരദരെ മനസ്സിലാക്കാൻ പറ്റും, ഇൻഡിവിജ്വലി. അതെ, അതുകൊണ്ടാണ് ഓരോരുത്തരും ഭക്തിയുടെ പാതിൽ പ്രവേശിച്ചാൽ അവരവരുടെ അച്ചീവ്മെന്റ് ഉണ്ടാക്കണം. അല്ലാതെ പൂന്താനത് ചെയ്തു, ഇല്ലേ പട്ടതിരിപ്പാട് ചെയ്തു, ഭക്തന്റെ കഥ പ്രഹ്ലാദനത് ചെയ്തു എന്നൊക്കെ കഥ പഠിച്ച് നമുക്ക് മാർഗദർശനത്തിന് വേണ്ടിയിട്ട് ഇവരെ ഉദാഹരണങ്ങളായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അവരാകാൻ ഒരിക്കലും സാധ്യമല്ല. അവർ ചെയ്തിരിക്കുന്നോ അല്ലെ അവർ ചെയ്തിരിക്കുന്ന അവർക്ക് കിട്ടിയിരിക്കുന്ന അച്ചീവ്മെന്റ് നമുക്കുണ്ടാക്കാൻ സാധിക്കും? സാധിച്ചോളുന്നില്ല. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പം ശരിക്കും നമ്മൾ എത്രയൊക്കെ മനസ്സ് തുറന്ന് അവരോടൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും, എത്ര പറഞ്ഞു കൊടുത്താലും, ബോധവൽക്കരിക്കാൻ ശ്രമിച്ചാലും ഒരു കാരണവശാലും ഒരാളെ മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അത് തന്നെയാണ് അർജുനൻ പറഞ്ഞത്. അങ്ങേ മനസ്സിലാക്കുന്നത് അങ്ങയ്ക്ക് മാത്രമേ ഉള്ളൂ, മറ്റാർക്കും ഒരിക്കലും സാധ്യമല്ല. അങ്ങേ ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാൻ മറ്റാർക്കും സാധ്യമല്ല. ഈശ്വരന്റെ സദ്ഗുണ നിർഗുണ ഭാവങ്ങളെ പൂർണ്ണമായിട്ട് മറ്റാർക്കും അറിയാവതല്ലെന്നാണ് ഭാവം. നമുക്ക് എന്തെങ്കിലും അനുഭവത്തിൽ, ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഒക്കെ ഭഗവാനെ അല്പമെങ്കിലും അറിയാൻ സാധിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. അത് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ അല്ലെങ്കിൽ അറിയാൻ ആർക്കും സാധ്യമല്ല. പക്ഷെ അവരവർക്ക് അനുഭവത്തിലൂടെ, ഊഹാഭോഗങ്ങളിലൂടെയോ ഇല്ലേ നിഗമനങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിഗമനം, ഇത് ഈശ്വരൻ ശക്തി എന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് എനിക്ക് സാധിച്ചതെന്നുള്ള ബോധ്യം വരണം. അതാണ്, അങ്ങനെയൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. അതാണ് മറ്റൊരാളെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ബോധ്യം വരുമൊന്നുമില്ല. അങ്ങ് മാത്രമേ അങ്ങയെ അറിയുന്നുള്ളൂ. അതും അന്യ കാരണ അപേക്ഷ കൂടാതെ തന്നെ ഓരോ വ്യക്തിയിലുമുള്ള ആത്മാവിനെ പ്രത്യേകാത്മാവ്, പുരുഷൻ എന്ന് പറയുന്നു. എല്ലാ ജീവാത്മാക്കളുടെയും ആത്മാവായിരിക്കുന്ന പരമാത്മാവ് അതിനാൽ പുരുഷോത്തമൻ എന്ന പേരിലും അറിയപ്പെടുന്നു. പരമാത്മ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാൻ മറ്റാർക്കും ഒരിക്കലും സാധ്യമല്ല. ഈശ്വരന്റെ സദ്ഗുണ നിർഗുണ ഭാവങ്ങളെ പൂർണ്ണമായിട്ടും മറ്റാർക്കും അറിയാവതല്ല എന്നുറപ്പിച്ചു പറയും. അതുകൊണ്ട് ഇതിലൊന്ന് വ്യക്തത വരുത്തണം എന്നാണ് അർജുനൻ പറയുന്നതിൻ്റെ ഉദ്ദേശം. വ്യക്തമർഹസശേഷണ ദിവ്യാത്മവിഭൂതയ യാഭിർവിഭൂതിർലോകാൻ ഇമാം ത്വാം വ്യാപ്യതിഷ്ഠസി ഹി യാഭി വിഭൂതിഭി. അതുകൊണ്ട് ഏതെല്ലാം വിഭൂതികളാൽ ഇമാൻ ലോകാൻ വ്യാപ്യ, ഈ ലോകമൊക്കെ വ്യാപിച്ച് ത്വം തിഷ്ഠസി, അങ്ങ് സ്ഥിതി ചെയ്യുന്നുവോ, ഏതേതിലൊക്കെയാണോ അങ്ങയുടെ ചൈതന്യം സ്ഥിതി ചെയ്യുന്നത്,
അതൊക്കെ അറിയാൻ താല്പര്യമുണ്ടെന്നാണ് അർജുനൻ പറയുന്നത്. ദിവ്യ ആത്മവിഭൂതയാ, ദിവ്യങ്ങളായിരിക്കുന്ന ആ ആത്മവിഭൂതികളെ അശേഷേണ വക്തും, മുഴുവനായിട്ടും പറയുവാൻ ത്വം അർഹസി, അങ്ങ് അർഹനാണ്. അപ്പം അങ്ങയെപ്പറ്റി അറിയാൻ അങ്ങയ്ക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് മറ്റാർക്കും അങ്ങയെപ്പറ്റി ഒന്നും കാണിച്ചു തരാനോ ഇല്ലെങ്കിൽ അനുഭവിപ്പിച്ച് മനസ്സിലാക്കി തരാനോ സാധ്യമല്ല. അതുകൊണ്ട് അങ്ങ്, അർജുൻ്റെ ആവശ്യം എന്താ? അങ്ങയുടെ വിഭൂതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകത്തക്ക വണ്ണം ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്നാണ് അർജുനൻ പറയുന്നതിൻ്റെ ഉദ്ദേശം. അത് ഞങ്ങൾക്ക് കേട്ടിട്ട് മനസ്സിലാവണം ഇത് ഭഗവാന്റെ വിഭൂതിയാണെന്ന്. ആ രീതിയിലുള്ളതൊക്കെ ദിവ്യങ്ങളായിട്ടിരിക്കുന്ന ആത്മവിഭൂതികളെ മുഴുവനും പറഞ്ഞു തരാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ. അവ എനിക്ക് പറഞ്ഞു തരണം എന്ന ധ്വനിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഥം വിദ്യ അഹം യോഗീം താം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്തയോസി ഭഗവാൻ മയ. യോഗിൻ അഹം കഥം, ഹേ യോഗേശ്വര, ഞാൻ ഏത് വിധം സദാ പരിചിന്തയൻ, എപ്പോഴും ധ്യാനിക്കുന്നവനായാൽ, ത്വാം വിദ്യ, അങ്ങയെ അറിയും. ഞാൻ എങ്ങനെയാണ് അങ്ങയെ അറിയാൻ സാധിക്കുക? ഭഗവാൻ കേഷു കേഷു, ഭഗവാനെ ഏതേത് ഭാവങ്ങളിലാണ് എന്നാൽ അങ്ങയെപ്പറ്റി മാ ചിന്ത്യ അസി, എങ്ങനെയാണ് ധ്യാനിക്കപ്പെടേണ്ടത്? അല്ലയോ യോഗേശ്വര, ഞാൻ ഏത് വിധം എപ്പോഴും ധ്യാനിച്ചാലാണ് അങ്ങയെ അറിയാൻ കഴിയുക? ഭഗവാനെ ഏതേത് ഭാവങ്ങളിലാണ് ഞാൻ അങ്ങയെ ധ്യാനിക്കേണ്ടത്? ഭഗവാനെ ഏതേത് ഭാവങ്ങളിൽ, ഭഗവാന്റെ വ്യത്യസ്തമായ ഒരുപാട് ഭാവങ്ങളുണ്ട്. അതുകൊണ്ട് ഏത് ഭാവത്തിൽ ഭജിച്ചാലാണ് അല്ലെങ്കിൽ ധ്യാനിച്ചാലാണ് നന്നാകുക എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ഇപ്പൊ ഗുരു കൃഷ്ണനെ തന്നെ എടുത്താൽ, കൃഷ്ണന് തന്നെ 125 വയസ്സിൽ ഓരോ ദിവസവും തന്നെ ഓരോരുത്തരുടെ അടുത്തെത്തുമ്പോഴും ഓരോ ഭാവം കാണിക്കുന്നുണ്ട്, അല്ലേ? ഇതിൽ ഏത് ഭാവമാണ് നമ്മൾ സ്വീകരിക്കാം? ഇപ്പൊ ഗുരുവായൂരപ്പനെ തന്നെ പല സ്ഥലത്തും വരെ പ്രതിഷ്ഠയുണ്ട്, അല്ലേ? എന്നാൽ ഗുരുവായൂരിയിരിക്കുന്ന അതേ ഭാവത്തിലാണ് വേറെയുള്ളിടത്തെ ഗുരുവായൂരപ്പൻ. ഇവിടെ ഒരു ഭാവത്തിലാണ് ലക്ഷ്മി സമേതനായിട്ടായിരിക്കണേ, ഗുരുവായൂരപ്പൻ തന്നെ ആയിരിക്കണേ. പക്ഷെ ഗുരുവായൂരിക്കുന്ന അതേ ഭാവത്തിലാണോ ഇവിടെ ഇരിക്കുക? അല്ല. ഏത് ക്ഷേത്രത്തിൽ ഒരേ പ്രതിഷ്ഠയുണ്ടെങ്കിലും അവിടുത്തെ ആരാണോ ഉപാസന നടത്തിയിട്ട് ആ ചൈതന്യത്തെ അവിടെ സ്ഥാപിച്ചത് അതനുസരിച്ചുള്ള ഭാവമായിരിക്കും അവിടെ. ആ സമയത്ത് ഏത് ഭാവമാണോ പ്രകടമായത് ആ ഭാവത്തിലായിരിക്കും അവിടെ. അപ്പോൾ വ്യത്യസ്തമായ ഭാവങ്ങളുണ്ട്. വ്യത്യസ്തമായ വസ്തുക്കളിൽ വ്യത്യസ്തമായ ഭാവത്തിലാണ് പ്രകടമാകുക. നമ്മുടെ കണ്ണിൻ്റെ ശരീരം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ ശക്തി പഞ്ചേന്ദ്രിയങ്ങളുടെയും പഞ്ചകർമ്മേന്ദ്രിയങ്ങളുടെയും പ്രകടമാകുന്നുണ്ട്. പക്ഷേ ഓരോ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുമ്പം അതിൻ്റെ സ്വഭാവമല്ലേ കാണിക്കാറുള്ളൂ. കണ്ണിൻ്റെ ഭാവം ചെവിക്ക് കാണിക്കാൻ പറ്റുമോ? ചെവിയുടെ ഭാവം മൂക്കിന് കാണിക്കാൻ പറ്റുമോ? മൂക്കിൻ്റെ ഭാവം നാക്കിന് കാണിക്കാൻ പറ്റുമോ? കയ്യിൻ്റെ ജോലി കാലുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? അത് കാലിലോ കയ്യിലാണ് 5 വിരലുണ്ടെങ്കിൽ 5 വിരലിന് സെപ്പറേറ്റ് ഡ്യൂട്ടിയുണ്ട്, അല്ലേ? അത് 5 ഭാവത്തിലാണ് പ്രകടമാകുക എന്ന് പറഞ്ഞ പോലെ ഭഗവാന്റെ ഈ സർവ്വവ്യാപിത്വം അണുവിലുണ്ടെങ്കിലും ഓരോന്നിലും ഏതേത് ഭാവത്തിലാണ് പ്രകടമാകുന്നത് എന്ന് പറയാൻ സാധ്യമല്ല, മുഴുവൻ വിസ്തരിക്കാനും സാധ്യമല്ല, അത് മനസ്സിലാക്കി കൊടുക്കാനും സാധ്യമല്ല. എന്നാൽ അർജുനൻ ചോദിക്കുന്നത് എന്താ? ഇങ്ങനെ വിവിധ ഭാവത്തിൽ പ്രകടമാകുന്നുണ്ടെന്ന് അങ്ങ് തന്നെ പറയുന്നു. ഞാൻ തന്നെയാണ് അതും ഇതും ഇതൊക്കെ പറയുന്നു. ഞാനിപ്പോൾ ഏത് ഭാവത്തിലാണ് ധ്യാനിക്കേണ്ടത്? ഓരോരുത്തർക്കും ധ്യാനിക്കേണ്ട രീതി, ധ്യാനിക്കേണ്ട വസ്തു, ധ്യാനിക്കേണ്ട ഭാവം വ്യത്യസ്തമായിരിക്കാം എന്നർത്ഥം. നിങ്ങൾ ഏതേത് ഭാവത്തിൽ, നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഏത് ഭാവത്തിൽ നിങ്ങൾ ഭജിച്ചാലാണ് നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം നേടുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് പറയണമെങ്കിൽ ഭഗവാൻ മാത്രമേ പറ്റൂ. കാരണം എന്താ? എല്ലാവരുടെ ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ആൾ മൂപ്പര് മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ജീവജാലങ്ങളിലും പ്രകടമാകുന്ന എല്ലാ ഭാവങ്ങളും എന്നിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പം നമ്മളിൽ ഏത് ഭാവമാണ് പ്രകടമാകുന്നതെന്ന് ആർക്കാ പറയാൻ സാധിക്കുക? ഭഗവാന് മാത്രം. അപ്പം അർജുനൻ ഏത് ഭാവത്തിലാണ് ധ്യാനിക്കേണ്ടതെന്ന് ആർക്കാ പറയാൻ സാധിക്കുക?
ഭഗവാനെ പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് അർജുനൻ ഭഗവാനോട് തന്നെ ഈ ചോദ്യം ചോദിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് വിസ്തരേൺ ആത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തത്വസേ ശൃണതോ നാസ്യമേ മൃതം. ഹേ ജനാർദ്ദന, പരമാത്മാവിൻ്റെ പരമാത്മാവിൻ്റെ യോഗം വിഭൂതിയും യോഗം വിഭൂതിയും വിസ്തരേണ ഭൂയ കഥയ, വിസ്തരിച്ച് ഇനിയും പറഞ്ഞാലും, ഹി അമൃതം ശൃണുത, എന്തുകൊണ്ടെന്നാൽ ഈ അമൃതവാണികൾ കേട്ടിട്ട് മേ തൃപ്തി അസി, എനിക്ക് തൃപ്തി വരുന്നില്ല. ഇങ്ങനെ ഒരു ജിജ്ഞാസുവായിട്ട് നമ്മൾ മാറണം. അപ്പോഴേ ഈശ്വരനെ പറ്റി കൂടുതൽ അറിയാനുള്ള ചാൻസ് കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. കാരണം ഭഗവാന്റെ ആദ്യം പറഞ്ഞു, ഭഗവാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ആ ചോദ്യം അവസാനിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞേ? അങ്ങ് പറയുന്ന കേട്ടിരിക്കാൻ നല്ല രസാട്ടോ അമൃതവാണികളെ. അതുകൊണ്ട് ഇനിയും കുറച്ചുകൂടെ വിസ്തരിച്ച് ഈ പറഞ്ഞതൊക്കെ ഒന്നുകൂടെ വിസ്തരിച്ച് പറഞ്ഞാൽ തിരക്കില്ല. കാരണം അങ്ങ് പറയുന്ന കേട്ടിരിക്കാൻ നല്ല രസമാണ്. ഇങ്ങനെ ഒരു ജിജ്ഞാസു ആയിട്ട് മാറിയാലേ ഇപ്പം ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ തോന്നും, അല്ലേ? വേഗം പോകണമെന്ന് ഉദ്ദേശിച്ച് വന്നാലേ അങ്ങ്, അല്ലേ? ആ, അപ്പം ഇത് കേട്ടിട്ട് എണീറ്റ് അല്ല, കേട്ടിട്ട് ഇനിയും ഇവിടെ ഇരുന്ന് കേൾക്കണം തോന്നിയോണ്ടല്ലേ അങ്ങ് ഇവിടെ ഇരിക്കണേ. ഇത് തന്നെ അർജുനൻ പറഞ്ഞത്. അങ്ങയുടെ അമൃതവാണികൾ കേട്ടിട്ട് എനിക്ക് മതി വരുന്നില്ല, അതുകൊണ്ട് ഇനിയും വിസ്തരിച്ച് പറഞ്ഞാലും. ഒരു ഭക്തന് ഈ ജിജ്ഞാസ ഉണ്ടായിരിക്കണം. എത്ര കേട്ടാലും ഒരേ കാര്യം തന്നെ കേട്ടാലും എല്ലാ ഭഗവാനെ പറ്റി പറയുന്നത് നവമായിട്ട് കേൾക്കണം. കാരണം പല പ്രാവശ്യം ശ്രവണമാണ് ഭക്തിയുടെ ആദ്യത്തെ പടി. അപ്പോൾ നിങ്ങൾ കേട്ട് തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ പരിവർത്തനം വരാൻ പറ്റും. അതേ ഒരു കാര്യം തന്നെ പല പ്രാവശ്യം കേട്ടാലേ. നമ്മളെ അമ്മയെന്ന് വിളിക്കാൻ പഠിച്ചത് ആര് പറഞ്ഞിട്ടാ? അമ്മ തന്നെയല്ലേ നമ്മളെ പഠിപ്പിച്ചത്. അമ്മ പഠിക്കുക, അമ്മയെന്ന് വിളിക്കുക, ഞാൻ അമ്മയാ അല്ലേ? അത് കേട്ട് പിന്നെ അമ്മയെന്നും പറയാൻ തുടങ്ങി, അല്ലേ? അപ്പം ശ്രവണമാണ് ഏത് കാര്യത്തിനും ആദ്യത്തെ പടി എന്നർത്ഥം. അതുകൊണ്ടാണ് സത്സംഗത്തിലൂടെ മാത്രമേ നിസ്സംഗത്തിലേക്ക് എത്താൻ സാധിക്കൂ. അത് നമുക്കിപ്പോൾ പുസ്തകം വായിച്ചാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കും. പക്ഷേ ഇതുപോലെ വിചാരം ചെയ്യാൻ ചിലപ്പോൾ കാക്കില്ല. ഇപ്പം ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാക്യാർത്ഥം ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചാൽ ചിലപ്പം നിങ്ങൾക്ക് ബോറടിക്കും. അതാണ് ഗീത കടിച്ചാൽ പൊട്ടാത്തതെന്ന് എല്ലാവരും പറയണത്. കടിച്ചു നോക്കണ്ടേ, പൊട്ടില്ലെന്ന് അപ്പോഴല്ലേ അറിയുള്ളൂ. ഇത് വെറുതെ ഇരുന്ന് പറയാം ഗീത കടിച്ചാൽ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന. കടിച്ചാൽ പൊട്ടില്ല എന്ന് ബാക്കിയുള്ളവർ പറയണ കേട്ടിട്ടില്ലേ നിങ്ങളും പറയണത്? നിങ്ങൾ കടിച്ചു നോക്കും എടുത്തിട്ട്, പൊട്ടുണ്ടോ എന്ന്. ആദ്യം അർജുനൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതൊക്കെ സത്യമാണോ ഇല്ലയോ എന്നുള്ള വിചാരം ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ ചിന്തിക്കാൻ പോയാൽ അത് നിങ്ങളെ വിചാരമാണ്. പക്ഷേ അതിനെപ്പറ്റി പറയുന്ന ആൾ പറയുന്നത് വീണ്ടും കേൾക്കാൻ ഇച്ഛ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആത്മശക്തി ഉണരാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കണം. കാരണം ഇല്ലാത്തൊരു വസ്തുവിനെ പറ്റിയോ ഇല്ലാത്തൊരു ശക്തിയെ പറ്റിയോ അല്ല പറയുന്ന ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ശക്തിയാണ് തെളിയിച്ച് പ്രകാശിപ്പിച്ചു കൊണ്ടുവരിക. അത് പൊടി തൊട്ടി വരുന്നതനുസരിച്ച് പ്രകാശിക്കുന്നതനുസരിച്ച് അതേപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ജിജ്ഞാസയാവും, അല്ലേ? മറിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ തന്നെ ഫോട്ടോ കണ്ണാടി കാണുന്ന നിങ്ങളുടെ മുഖം കാണുമ്പം അതിലെന്തോ അഴുക്കുണ്ട്. ആദ്യം മുഖത്താണോ അഴുക്കെന്ന് നോക്കും, അതേ കണ്ണാടിയിലാണോ? കണ്ണാടിയിലെ അഴുക്ക് കുറേശ്ശെ നിങ്ങളൊന്ന് തുടച്ച് നോക്കുമ്പോൾ മുഖം തെളിഞ്ഞു വരാൻ തുടങ്ങും. ഇത് തെളിഞ്ഞു വരാൻ തുടങ്ങിയില്ല, അപ്പോൾ കണ്ണാടി തന്നെ അഴുക്ക്. അപ്പോൾ ശരിക്കും അവന് നനഞ്ഞ തുണി കൊണ്ടോ ഇല്ലേ കടലാസ് കൊണ്ടോ തൂത്താൽ കണ്ണാടി കുറച്ചുകൂടെ തെളിഞ്ഞു വരും. ഇത് തന്നെ അർജുനൻ പറയുന്നത്. ശകലം തെളിഞ്ഞിട്ടുണ്ട്, അതൊന്ന് കുറച്ചുകൂടെ തെളിയിച്ച് തന്നാൽ തരക്കേടില്ല. ഒന്നുകൂടെ നന്നായിട്ട് വൃത്തിയാക്കിയാൽ. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങ് പറയണം. അതുകൊണ്ട് കുറച്ചുകൂടെ വിസ്തരിച്ച് പറഞ്ഞാൽ തരക്കില്ല. ശൃണ്വതോ നാസിമേ മൃതം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഇനിയും കേൾക്കണ്ടെന്നല്ല എനിക്ക് തോന്നുന്നത്. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ അമൃതവാണി പോലെയാണ്, എനിക്ക് മധുരമുള്ളതാണ് അങ്ങയുടെ ഭാഷ്യം എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇനിയും പറഞ്ഞാലും വിസ്തരിച്ച് പറഞ്ഞാലും, അല്ലയോ ജനാർദ്ദന, പരമാത്മാവായുടെ അങ്ങയുടെ യോഗ ഐശ്വര്യ ശക്തിയെയും വിഭൂതിയെയും ഇനിയും വിസ്തരിച്ച് പറഞ്ഞു തന്നാലും
എന്തെന്നാൽ അങ്ങയുടെ അമൃതവാണികൾ കേട്ടിട്ട് എനിക്ക് തൃപ്തി വരുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് എപ്പോൾ ക്രിയേറ്റ് ആകുന്നോ അപ്പോഴാണ് പരമാത്മാ ജ്ഞാനത്തിന് നമ്മൾ ഇനിയും കൂടുതൽ അറിയാനുള്ള യോഗ്യതയിലേക്ക് പോവുക എന്നർത്ഥം. എനിക്ക് ബാക്കി എന്ത് കഥ പറയാൻ പോയാലും, എന്ത് ഭൗതിക കാര്യം ചർച്ച ചെയ്താലും, എനിക്ക് ഈ ഭഗവാന്റെ ഈ ഗീതയെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നു, ആധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനും എനിക്ക് താല്പര്യം. എത്ര പറഞ്ഞാലും ഉറക്കവും ബാക്കിയുള്ളതൊക്കെ അതിൽ എല്ലാ ദിവസവും ഒരേപോലെ ഒന്നും ആയിരിക്കില്ല. നമ്മൾ ഇടപെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെയും മൂഡ് വ്യത്യാസം ഉണ്ടാവും. എല്ലാ ദിവസവും ചിലപ്പോൾ എനർജി ലെവൽ ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ അതനുസരിച്ചുകൊണ്ടാണ് നമ്മളിലും പ്രകടമാകുക. അത് നമുക്കിപ്പോൾ ഓരോ ദിവസം ഞാൻ പറയാറുണ്ടല്ലോ, ഓരോ ദിവസം എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ചില ദിവസം നല്ല ഫ്രഷായിരിക്കും, എന്ത് കാര്യത്തിനും ഉത്സാഹം കൂടുതലുണ്ടാകും, എപ്പോഴും സന്തോഷമായ അന്തരീക്ഷം, നമുക്കൊരു എനർജി പോസിറ്റീവ് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നും. ചില ദിവസം എഴുന്നേറ്റ് വന്നാൽ ആകെ മൂഡൗട്ട്. എന്താ മൂഡൗട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഡള്ള, എന്ത് ചെയ്യാനും ഉത്സാഹമില്ല, ആകെ തൂങ്ങി പിടിച്ചിരിക്കുക. എന്തെങ്കിലും ആരും ചോദിച്ചാൽ ഇന്നെന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം കണ്ടെത്താൻ പറ്റും. ഇന്നെന്തോ ഒന്നിനും ഒരു സുഖമില്ല. ഇങ്ങനെ വ്യത്യസ്തമായ മനുഷ്യ ശരീരം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതല്ലേ. അതിപ്പം എനിക്ക് തന്നെ അങ്ങനെ അനുഭവം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ചില ദിവസം പറയുന്ന പോലെ ആയിരിക്കില്ല പിറ്റേ ദിവസം പറയുമ്പോൾ ഒരേ വിഷയം തന്നെ, ഇതേ വിഷയം തന്നെ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പറയുമ്പോൾ ഒരു കേൾക്കുന്നവരെ കാണാൻ വ്യത്യാസം. ഇന്നലെയും കേട്ടു, ഇന്നും കേട്ടു. അന്ന് ഏതത്തെ എനർജി ഇപ്പം ദിവസമായിട്ട് കേൾക്കുന്നവർക്ക് വ്യത്യാസം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ തന്നെ പറയാറുണ്ട്, മനസ്സിലായില്ലേ, ഓരോ ദിവസം. അതങ്ങനെ സംഭവിക്കും. ദേഹബോധം ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരേ ഫ്ലക്ച്വേറ്റഡാ, അങ്ങനെ ഒരു കുന്നിനോ കുഴിയെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു തരംഗം പോകുന്ന പോലെയാണ് ഈ എനർജി ലെവൽ പോകുന്നത്. അത് എപ്പോഴും ഒരു ദിവസം തന്നെ എപ്പോഴും ഒരേപോലെ ക്രിയേറ്റ് ആയിട്ട് നിൽക്കില്ല. അതിങ്ങനെ ഒരു ഒഴുക്കാണ്, നദിയിലെ വെള്ളം ഒഴുകുന്നത് പോലെ. അതിന് ചില തടസ്സങ്ങളുണ്ടാവും, ചില പൊട്ടിത്തെറികളുണ്ടാവും, അല്ലേ. ചിലയിടത്ത് ചെല്ലുമ്പോൾ ശാന്തമായിട്ട് ഒഴുകും. ഒരു നദിയുടെ ഒഴുകുന്ന പോലെയാണ് ഈ ജീവിതം തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ കാണാൻ സാധിക്കണം. അപ്പം ഇതിനിടയ്ക്ക് സംഭവിക്കുന്നതൊക്കെ അമൃതതുല്യമായിട്ട് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകും. പ്രതിസന്ധികളും ഉണ്ടാവും, പ്രതിബന്ധങ്ങളുണ്ടാവും. ഈ ഒഴുക്ക് എത്രയും ഒരേപോലെ ശാന്തമായിട്ട് ഒഴുകുമെന്ന് വിചാരിക്കണ്ട. ഒരു നദിയുടെ ഒഴുക്ക് പോലെയാണ്. വിളിക്കണം. അതെ, അവരിവിടെ വന്നാൽ അവരിവിടെ ഇരിക്കും, മനസ്സിലായില്ലേ. ശരി. നിങ്ങളുടെ ആ നോട്ടീസിൽ എൻ്റെ നമ്പർ കോണ്ടാക്ട് ചെയ്താൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കേട്ടോ. അപ്പം വാട്സപ്പ് നമ്പറിൽ പേര് തന്നാൽ ഞാൻ ഗ്രൂപ്പിൽ ചേർക്കാം. പിന്നെ ദിവസവും കേൾക്കാതെ പോലെ റെക്കോർഡ് ചെയ്ത് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും വേണമെങ്കിലും കേട്ടാൽ നമ്പർ അയച്ചു തന്നാൽ വാട്സപ്പിൽ. എന്താ പേരെന്താ? അമരദാസ്. പേര് ഉത്തമാ. ശരി. എവിടുന്ന? ഇരിങ്ങാലക്കുട. ശരി. എന്തായാലും അപൂർവമാണ് അവിടെ വരുന്നവർ. ഇവിടെ വരില്ല, കുറവാ. വരാൻ ശ്രമിച്ചാലും ചിലർ അവിടെ പ്രതിബന്ധം ഉണ്ടാക്കുകയും ചെയ്യും. അവിടെ ഒന്നും പോയിരുന്നാൽ നിങ്ങളിവിടെ ഭൂമിക്ക് പൂജ കിട്ടില്ല സമയത്ത് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ അവിടെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നിങ്ങളിവിടെ വന്ന് നിങ്ങൾ മണ്ണും കൊണ്ട് വരാത്തോണ്ട് അവിടെ വന്നിരുന്ന, ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നേ. എന്തായാലും കുറച്ചു നേരം കേട്ടല്ലോ. സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മുഖതോപയാ. അല്പം മാത്രമായി കേട്ടാലും ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ശരി. അപ്പം ഇങ്ങനെയുള്ള ആ അമൃതവാണികൾ കേട്ടിട്ട് നമുക്ക് ഭഗവാന്റെ കഥ കേട്ടിട്ട്, അമൃതവാണികൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നശിക്കാത്ത ശക്തിയുടെ ആ അറിവ് എത്ര ലഭിച്ചാലും പോരാ എന്ന് വീണ്ടും വീണ്ടും അറിയണം എന്നൊരു ജിജ്ഞാസു ആകണം നമ്മൾ. അത് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ ജിജ്ഞാസ ഉണ്ടാകുള്ളൂ. അതും കൂടെ പറയാം. വെറുതെ ഒരാൾക്കൊന്നും തോന്നൂല അത് കേൾക്കാനൊന്നും. നിങ്ങൾ എത്ര പരസ്യം ചെയ്താലും കൊണ്ടുവന്ന് പിടിച്ചിരുത്തിയാലും വേണ്ടില്ല, അവിടെ ഇരുന്നാലും ചിലപ്പോൾ കേൾക്കില്ല, ശ്രദ്ധിക്കില്ല. പിന്നെ എങ്ങനെയാ മുന്തി മരം കയറ്റുന്ന നോക്കാം. ആരെങ്കിലും കൊണ്ടുവന്ന് നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയാൽ. പക്ഷെ ചില കാര്യങ്ങൾ ചിലരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ പോകാൻ തീരെ ഇഷ്ടമില്ലായിരുന്നു, എന്നിട്ട് ഒരാളെ കൂട്ടുകാരന് വേണ്ടിയിട്ട് കൂടെ പോയതാ. പക്ഷേ അവിടെ ഇരുന്നിട്ട് കേട്ടിട്ട് ഈ ചിന്മയാനന്ദൻ്റെ സെക്ഷനിലോ മറ്റേ ആരോ ഒരാൾ ഇതുപോലെ പോയ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്.
വേറൊരാൾക്ക് വേണ്ടിയിട്ട് പോകാൻ തീരെ താല്പര്യമില്ല, നീ പോയാൽ മതി, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആള് വെറുതെ ഉന്തിത്തള്ളി എന്ന് പറഞ്ഞ പോലെ പോയി. എന്നിട്ട് കാരണം ഈ ഒരു സംഗതിയെ ഇഷ്ടമല്ല, ഈശ്വരനെ വിശ്വാസമല്ല, ഈശ്വരനെ പറ്റി പറയുന്നവരെ വിശ്വാസമില്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന ആളാണ്. അവസാനം പോയി കുറച്ചു നേരം അവിടെ ഇരുന്ന് അറിയാതെ കേട്ടുപോയതാ. പിന്നെ അയാള് ദിവസവും പോകാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ഇങ്ങനെയാ നമ്മൾ ചിലപ്പം അഭ്യസ്യ ധർമ്മസ്യ തായതുമുഖത്, എത്ര പറഞ്ഞാലും എനിക്ക് മതിയാത്ത ഒരു വാക്കാത്. നമ്മൾ ധർമ്മമാർഗത്തിൽ ഒരു അല്പമാത്രമായ കർമ്മം ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. അതാ, ചിലപ്പോൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടായിരിക്കാം, പക്ഷെ അത് അമൃതമായിട്ട് തോന്നിയാലോ? ഈ അമൃത നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവേ, അത് ആദ്യം പ്രതിബന്ധം ഉണ്ടാക്കും. അങ്ങനെ ഇങ്ങനെയൊന്നും ആത്മാവിനെ പറ്റി അറിയാൻ ആർക്കും പെട്ടെന്നൊന്നും അവസരം, എന്നാ പിന്നെ എല്ലാവരും ആത്മജ്ഞാനികളായിട്ട് മാറില്ലായിരുന്നോ? അതങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന സംഗതി, കിട്ടുന്ന സംഗതിയൊന്നുമല്ല. അതിന് പാപരാഹിത്യം വരണം, യോഗ്യത വരണം, എത്ര ജന്മങ്ങൾ വേണ്ടിവരും, ഇതൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും ആ പൂർവ്വജന്മ വാസനാബലത്താൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ ഈ കാര്യത്തിലും ഉണ്ടാവും. അതുകൊണ്ട് അർജുനൻ പറയുന്നു, അങ്ങയുടെ അമൃതവാണികൾ കേട്ടിട്ട് എനിക്ക് തൃപ്തി വരുന്നില്ല എന്ന് അർജുനൻ പറയുന്ന അവസ്ഥ നമുക്ക് എപ്പോൾ ക്രിയേറ്റ് ആകുന്നോ അപ്പോഴേ നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ഇനി ഭഗവാൻ അതിന് ഉത്തരം പറയാൻ തുടങ്ങുന്നുണ്ട്. അതിലെ 2 ശ്ലോകം കൂടെ നമുക്ക് എടുക്കാം. അപ്പം 9 ശ്ലോകം 20 ശ്ലോകങ്ങളിൽ നിർത്താം. ഭഗവാൻ അതിന് ഉത്തരം പറയുന്നു, ഹന്തതേ കഥയക്ഷ്യാമി ദിവ്യക്കാത്മവിഭൂതയ പ്രാധാന്യത കുരുശ്രേഷ്ഠ നാസ്യന്തോ വിസ്തരസേമേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹന്ത കുരുശ്രേഷ്ഠ ആകട്ടെ അർജുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അങ്ങയുടെ അമൃതവാണികൾ കേട്ടിട്ട് എനിക്ക് മതി വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാനും പറയാൻ കുറച്ച് ഇൻട്രസ്റ്റ് കൂടി. ആകട്ടെ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ കൂടുതൽ വിസ്തരിച്ച് പറയാം എന്ന അർത്ഥത്തിലാണ് ആകട്ടെ എന്ന് പറഞ്ഞത്. അർജുന, ദിവ്യ ആത്മവിഭൂതയ, ദിവ്യങ്ങളായിരിക്കുന്ന എൻ്റെ വിഭൂതികളെ പ്രാധാന്യം അനുസരിച്ച് തേ കഥേക്ഷ്യാമി, നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ഹി മേ വിസ്തരസ്യ, എന്തുകൊണ്ടെന്നാൽ എൻ്റെ വിഭൂതികളുടെ അന്ത ന അസ്തി, വിസ്താരത്തിന് അവസാനമൊന്നും ഇല്ലാത്തോ. അതുകൊണ്ടാണ് പ്രാധാന്യം അനുസരിച്ചു കൊണ്ടുള്ള കഥ മാത്രം പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. അല്ലയോ കുരുവംശജനായിരിക്കുന്ന അർജുന, ദിവ്യങ്ങളായിട്ടിരിക്കുന്ന എൻ്റെ വിഭൂതികളെ പ്രാധാന്യം അനുസരിച്ച്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. എന്തെന്നാൽ വിസ്തരിക്കണമെന്ന് പറഞ്ഞാലേ എൻ്റെ വിഭൂതികൾക്ക് ഒരു അവസാനമില്ല. അതുകൊണ്ട് വിസ്തരിച്ച് പറയണമെന്ന് അർജുനൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഭഗവാൻ പറഞ്ഞു, വിസ്തരിച്ച് പറയാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, മുഴുവൻ പറയാൻ പോയി കഴിഞ്ഞാൽ അത് നിനക്കൊന്നും മനസ്സിലാവില്ല. എന്നാൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ചില വിഭൂതികളെ പ്രധാനപ്പെട്ടത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞു കൊടുത്താൽ എന്താ കാര്യം? ഒന്നും മനസ്സിലാവില്ല. പ്രധാനപ്പെട്ട മനസ്സിലായാൽ പിന്നെ ബാക്കിയും കൂടെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ രഹസ്യം. നിങ്ങളെല്ലാം കൂടെ അറിയണമെന്ന് വിചാരിച്ചാൽ എല്ലാം കൂടെ അറിയാൻ പറ്റില്ല എന്തായാലും. പിന്നെ ഒന്നും അറിയാൻ മേലാത്തവനാവും. ഇതാണ് കൂടുതൽ ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഡിഗ്രി എടുത്തിട്ട് ഉള്ള ഡോക്ടറേറ്റും അതും ഇതുമൊക്കെ മേടിച്ചു വെച്ചതെന്നവരൊക്കെ ശരിക്കും നിലതെറ്റിയവരായിട്ട് മാറും അവസാനം. കൂടുതൽ ഓവർ ബുദ്ധി, ഓവർ കോൺഫിഡൻസ് കാണിച്ചിട്ട് ഇത് മാസമായി അവസാനം ഒന്നിനും പറ്റാത്ത ആളായിട്ട്.
അപ്പോൾ വിസ്തരിച്ചറിയണം എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട മാത്രം പ്രധാനപ്പെട്ട മനസ്സിലാക്കിയാൽ എന്താ, അതിൻ്റെ പിന്നിൽ എന്താണെന്ന് മനസ്സിലാവും. അതും വേറൊരു രസം. ആനയെ മനസ്സിലാക്കിയാലേ, ആന എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു പിക്ചർ വരും. ആന, ഇനി ആനയുടെ തുമ്പിക്കൈ, ആനയുടെ കാല്, ആനയുടെ കൊമ്പ്, ആനയുടെ പല്ല്, ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞാൽ എന്നാ ആദ്യം ആനയുടെ പല്ലിനെ പറ്റി പഠിക്കാം, ആനയുടെ തുമ്പിക്കൈനെ പറ്റി പഠിക്കാം. ഇങ്ങനെ ഒരേ കാര്യം. എന്നാ ആന എന്നങ്ങ് പഠിച്ചാൽ അപ്പം ആനയുടെ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വരും ഇല്ലേ? ആനയുടെ പല്ലെന്ന് പറഞ്ഞാൽ ആനയുടെ പല്ല് മാത്രമായിട്ട് മനസ്സിൽ വിചാരം വരുമോ? ഇനി ആനയുടെ തുമ്പിക്കൈ എന്ന് പറഞ്ഞാൽ ആനയുടെ തുമ്പിക്കൈ മാത്രമായിട്ട് വരുമോ? അപ്പം പ്രധാനപ്പെട്ട പറഞ്ഞാൽ കാര്യം മനസ്സിലാവുമല്ലോ. അത്രയ്ക്കൊക്കെ ബുദ്ധിയുള്ളവരായിരിക്കും ഈ ചോദ്യമൊക്കെ ചോദിക്കണേ. അല്ലാതെ ചോദിക്കില്ല എന്ന് തന്നെ അറിയാം. പരിസരത്തുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഈ പല കാര്യങ്ങളെ ബുദ്ധി വ്യാപരിക്കുന്നവരെ ചില കാര്യങ്ങൾക്ക് ചിലർക്ക് എത്ര പറഞ്ഞാലും സംശയം തീരുമില്ല. എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ഒന്നും മനസ്സിലാക്കൂല. അങ്ങനെയുള്ളവർക്ക് പറ്റിയ പണിയല്ല ഗീത പഠിക്കൽ. അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ വിസ്തരിക്ക് പറയാൻ പോയാലേ അതിനൊരു അവസാനമില്ല കേട്ടോ. അതുകൊണ്ട് പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ പറയാം എന്ന് പറയാണ്. വിഭൂതിക്ക് വിശേഷണ ഉണ്ടാകുന്നത് എന്നർത്ഥം പറയാം. ഇവിടെ സ്വരൂപവിശേഷങ്ങളാൽ അർത്ഥമെടുക്കാം. പിന്നെ ഒരു കാര്യം ഭഗവാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളില്ലേ, പറയുന്ന കാര്യങ്ങൾ വിസ്തരിച്ച് പറയാൻ പറ്റില്ല, എന്നാൽ നിനക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ആ ബുദ്ധിക്കൂർമ്മത വെച്ചുകൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ ആ ശക്തി എവിടെയൊക്കെ എന്തിലൊക്കെ ഉണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഭഗവാൻ പറയുന്നു എന്നർത്ഥം. കൂടുതൽ ഗഹനമായിട്ടല്ല, പ്രത്യക്ഷത്തിൽ നമുക്ക് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് ഏതിനെ കൊണ്ടെങ്കിലും ആ ഈശ്വരൻ്റെ ഭാവത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന വിധത്തിലുള്ള വിഭൂതികളാണ് ഭഗവാൻ ഈ പറയുന്നത്. നമ്മൾ എത്ര ഗഹനമായിട്ടും രഹസ്യമായിരിക്കുന്ന കാര്യമൊക്കെ, കാണാൻ പറ്റാത്തത്, കേൾക്കാൻ പറ്റാത്തത്, അറിയാൻ പറ്റാത്തത്, ഒരു തരത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം ഭഗവാൻ പറഞ്ഞാൽ പോയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അല്ലെങ്കിൽ തന്നെ മനസ്സിലാകാതെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ മനസ്സിലായതും കൂടെ മനസ്സിലാകാതാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി എന്ന് പറയാൻ. എന്താ മനസ്സിലായേ? ഇതിൽ എത്ര മനസ്സിലായി ഉണ്ട്? അതുകൊണ്ടാണ് ഭഗവാൻ വിശേഷമായിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഈശ്വരൻ്റെ ശക്തി എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് വിഭൂതി നമുക്ക് പെട്ടെന്ന് ഹിറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അത് മനസ്സിലാക്കിയാൽ ബാക്കിയുള്ള ആരും മനസ്സിലായിക്കോളും ഓട്ടോമാറ്റിക്. അതാണ് അതിലെ രഹസ്യം. വിസ്തരിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കിയാൽ, ഇപ്പോൾ ആന എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്ക് തുമ്പിക്കയും ഈ പറയുന്ന 4 കാലും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിഷമമൊന്നുമില്ല. ഇതിലേറ്റവും വലിയ ആദ്യം പറയുന്നത് എന്താ? ഭഗവാൻ ഇത് പറയുമ്പോഴേ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഭൂതി പറയുമ്പം നല്ല ഗീതയിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള പദം ഇല്ലെങ്കിൽ ശ്ലോകം ഏതാന്നൊരു ഭക്തൻ ഭഗവാനോട് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞ ശ്ലോകമാണ് 20ാമത്തെ ശ്ലോകം. അഹം ആത്മാ ഗൂഢാകേശ സർവഭൂതാശയ സ്ഥിത അഹം ആദിശമധ്യം ച ഭൂതാനാമന്തയേവച. ഗൂഢാകേശ, അല്ലയോ അർജുന, സർവഭൂതാശയ സ്ഥിത, സർവപ്രാണികളുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാ അഹം, ആത്മാവ് ഞാനാകുന്നു. ഭൂതാനാം ആദി, പ്രാണികളുടെ ആദിയും, ച മധ്യം ച അന്ത ഏവച, മധ്യവും അന്തവും ഞാൻ തന്നെയാകുന്നു. അഹം ഏവ, ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞാൽ, അല്ലയോ അർജുന, സകല പ്രാണികളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവ് ഞാൻ തന്നെയാകുന്നു. എല്ലാറ്റിൻ്റെയും ആദിയും മധ്യവും അവസാനവും ഞാൻ തന്നെയാകും. അർത്ഥാത് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എന്താ?
നിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഞാൻ തന്നെയാകുന്നു. ഈശ്വരൻ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് എൻ്റെ ഈശ്വരനാണെന്ന് ഉറപ്പിച്ചോളണം. ഈ ശരീരത്തിൽ വസിക്കുന്നവനാണ്, ജീവനായിട്ട് വസിക്കുന്നവനാണ് എൻ്റെ ഈശ്വരൻ. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുകയും ഇല്ല, അത് ഉറപ്പിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പറയുന്ന കാര്യം ഒന്നും മനസ്സിലാവില്ല. നമ്മുടെ കണ്ണുകൊണ്ടല്ലേ ബാക്കിയൊക്കെ കാണാൻ പറ്റൂ? വേറെ എവിടെയെങ്കിലും കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റൂ? നമ്മുടെ ചെവി കൊണ്ടല്ലേ നമുക്ക് കേൾക്കാൻ പറ്റൂ? നമ്മുടെ നാക്കുകൊണ്ടല്ലേ നമുക്ക് സ്വാദനെ അറിയാൻ പറ്റൂ, സ്വാദറിയാൻ പറ്റൂ? നമ്മുടെ മൂക്കുകൊണ്ടല്ലേ നമുക്ക് ഏത് ഗന്ധം ഉണ്ടെങ്കിലും മറ്റൊരാൾ ദാ ഇന്ന മണമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ മൂക്കുകൊണ്ട് മണക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ അറിയാതെ നമുക്ക് മറ്റൊന്നിലുള്ള, അത് ആനയിലോ ഉറുമ്പിലോ കുതിരയിലോ മറ്റ് സസ്യലതാദികളോ സൂര്യനിലോ ചന്ദ്രനിലോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാതെ ആ കണ്ണുകൊണ്ടല്ലാതെ ഇതിനൊന്നും അറിയാൻ പറ്റില്ല, ഇതിനൊന്നും കാണാനും പറ്റില്ല. അതുകൊണ്ട് സകല പ്രാണികളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവ് ഞാൻ തന്നെയാകുന്നു. ഇതാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ഈ ആത്മാവിനെ, തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ അറിയലാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ആ ആത്മജ്ഞാനം ലഭിച്ചാൽ പിന്നെ ഈശ്വരൻ്റെ തന്നെ ഈ സർവ്വയാവിത്വം മനസ്സിലാക്കാൻ ഒരു പ്രശ്നമില്ല. ഞാൻ തന്നെ അർജുന നിന്റെ ഉള്ളിലിരിക്കുന്ന ജീവനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. അതുകൊണ്ട് സകല പ്രാണികൾ എന്ന് പറഞ്ഞാൽ ഞാനും നീയും എൻ്റെയും നിൻ്റെയും എന്ന് പറയുന്ന സകല ടു ഇസഡ് ഒരു 84 ലക്ഷം തരം ജീവജാലങ്ങളും ഉൾപ്പെടുത്തുന്നത്. എല്ലാ പ്രാണികളും അതിൽ വരും, നമ്മളടക്കം. അതിലെല്ലാം ഇരിക്കുന്ന ജീവാത്മാവായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്ന് ഒളിഞ്ഞിരിക്കുന്നത്. അത് എന്നാ ഇപ്പം എൻ്റെ ഉള്ളിലുണ്ട് എന്നാ ഒന്ന് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കിയൊന്നും പറ്റില്ല. അതുണ്ടെന്ന് പറയണമെങ്കിലോ ഇല്ലെന്ന് പറയണമെങ്കിലോ ആ സംഗതി ഉള്ളിലില്ലെങ്കിൽ അത് പറയാനും സാധിക്കില്ല, കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല, ആർക്കും കേൾപ്പിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അതാണ് വിഭൂതി. ഈ 10 ശ്ലോകങ്ങൾ 12ാമത്തെ ശ്ലോകം തൊട്ടാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. അതൊന്ന് പാരായണം ചെയ്യാം. അർജുനോ വാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭൂം ആഹം സമൃഷയ സർവേ ദേവർഷി നാരദസ്തത ആസിലോ ദേവലോ വ്യാസ സ്വയം ചൈവ പ്രവിശ്യമേ സർവമേതത്തിദം അന്യേ യന്മാം വദസി കേശവ നഖിതേ ഭഗവാൻ വ്യക്തിർവിദുർദേവാനദാനവ സ്വയമേവാത്മനാത്മാനം വേത്വത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗൽപതേ വ്യക്തമർഘസ്യ ശേഷേണ ദിവ്യജ്ഞാത്മവിഭൂതയാ യാഭിർവിഭൂതിർലോകാൻ ഇമാം ത്വാം വ്യാപ്യതിഷ്ഠസി കഥം വിദ്യാമഹം യോഗീൻ ത്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച പാപേഷു ചിന്ത്യോऽസി ഭഗവാൻ മയാ വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്തർഷി ശൃണുതോ നാസി മേ മൃതം. ശ്രീഭഗവാനുവാച ഹന്തതേ കഥേക്ഷ്യാമി ദിവ്യജ്ഞാത്മവിഭൂതയാ പ്രാധാന്യത കുരു ശ്രേഷ്ഠ നാസ്യന്തോ വിസ്തരസ്യ മേ അഹമാത്മാ ഗൂഢാകേശ സർവഭൂതാശയസ്ഥിത അഹം ആദിശമധ്യം ച ഭൂതാനാം അന്ത ഏവ ച. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായനമാർഗേണ മഹിം മഹിഷാ ഗോബ്രാഹ്മണേഭ്യः ശുഭവത്സദൈത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു.
ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്ദത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിലാസംഘചക്രം കൗമോദകീം സരസംകർണാസമുദ്രം രാധാസഖായമതിസുന്ദരമന്ദഹാസം ആദാലേശമനിശം ഹൃദി ഭാവയാമി. ആദാലേശമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.